എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും KTET എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയെന്നറിയാം. കുറച്ച് നാളായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ ഇത് അവസാന നിമിഷമാണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊരു ക്ലാസ് അല്ല, നമുക്ക് പെട്ടെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു മാരത്തോൺ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വിശദമായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളും ഒന്നും നമ്മളിതിൽ പറയുന്നില്ല. നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് കവർ ചെയ്ത് പോയേക്കുന്നത്. അതുപോലെ മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ KTET കാറ്റഗറി 3യുടെ നോട്ട്സ്. നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ സിലബസ് അനുസരിച്ച് നമ്മുടെ ചാനലിലുണ്ട്. അഡോളസൻസും തിയറീസ് ഓഫ് ലേണിങ്ങും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് നോട്ട്സ്, അതായത് നമ്മൾ ആ ഒരു സ്ക്രീനിൽ കാണുന്ന ആ നോട്ട്സ് ഫുള്ള് നിങ്ങൾക്ക് വീഡിയോ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവർ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ് തരുന്നത്. നോട്ട്സിന് മുമ്പ് 20 രൂപയായിരുന്നു വില, ഇപ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് 10 രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ 10 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു ഹായ് അയക്കുവാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്നതായിരിക്കും. നോക്കിക്കോ, മോറോൺ എന്ന് പറയുന്നത് ഈ താഴെ പറയുന്ന ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു ചാർട്ട് കാണിക്കാം. ഈ ചാർട്ട് IQ റേഞ്ചാണ്. ഇതിങ്ങനെ തന്നെ പഠിക്കണം. ഇതിൻ്റെ റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പഠിക്കണം. ഇത് സ്ക്രീൻഷോട്ട് എടുത്തങ്ങ് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മോറോൺ ആണ്. മോറോൺ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? ഇങ്ങനെ താഴെ വന്നേ 50 to 69 റേഞ്ചാണ് അല്ലേ. അപ്പോൾ 70-ന് താഴെ എന്ന് പറയുമ്പോൾ മെൻ്റലി ചാലഞ്ച്ഡ് അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ വരുന്ന 3 കാറ്റഗറിയും, അതായത് മോറോണും അതെന്ന് വെച്ചാൽ എന്താണ്, മൂഢബുദ്ധി അല്ലേ, മൂഢബുദ്ധിയും ക്ഷീണബുദ്ധിയും ജഡബുദ്ധിയും, ഈ പറയുന്ന 3 പേരും 70-ന് താഴെയുള്ളവരാണ്. ഇവർ 3 പേരും എന്താണ്, മെൻ്റലി ചാലഞ്ച്ഡ് ആണ് അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുടെ റേഞ്ചാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ പറയാം. ഇവിടെ ആൻസർ എന്താണ്? മോറോൺ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മെൻ്റലി ചാലഞ്ച്ഡ് ചൈൽഡ് അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടി. വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു 9 ടേംസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം ആരാണ്? വൈഗോട്സ്കി ആണ്. കൊളാബറേറ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ് എല്ലാം വൈഗോട്സ്കി ആണ്. അതുപോലെ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് കൾച്ചർ എന്ന് എവിടെയെങ്കിലും കണ്ടാലും അത് വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് MKO, മോർ നോളേജബിൾ അതേഴ്സ്. ആ ഒരു ടേം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ക്ലാസ്സിൽ പറയാം. അതുപോലെ തന്നെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അതായത് സമീപസ്ഥ വികാസ മണ്ഡലം, പ്രൈവറ്റ് സ്പീച്ച്, സോഷ്യൽ സ്പീച്ച്, ഇന്നർ സ്പീച്ച്, പ്രതിക്രിയ അധ്യാപനം എപ്പോഴും ചോദിക്കുന്നതാണ്. റെസിപ്രോക്കൽ ടീച്ചിങ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ തെറ്റിക്കുന്നതെന്ന് പറയുന്നത്, സ്കഫോൾഡിങ് എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് അല്ലെങ്കിൽ കോയിൻ ചെയ്തത് ആരാന്നൊരു ചോദ്യം വന്നാൽ സ്കഫോൾഡിംഗ് എന്ന് എവിടെ കണ്ടാലും നിങ്ങൾ ഉടനെ പോയി വൈഗോട്സ്കി എഴുതി വെക്കും അല്ലേ. അല്ല, ബ്രൂണറാണ് ആ ഒരു ടേം കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വൈഗോട്സ്കി അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിൽ ആ ഒരു ടേം കണക്ട് ചെയ്തിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ടേം പറഞ്ഞിട്ടേ ഉള്ളൂ. ആ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ കോയിൻ ചെയ്തത് ബ്രൂണറാണ്. ഓർത്ത് വെച്ചേക്കാം. എറിക് എറിക്സൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രായം ഏതാണ്? അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഒക്കെ ഇൻ ആൻ ഇൻഡിവിജ്വൽ ഇൻ ദ ഏജ്. അപ്പോൾ എറിക് എറിക്സൻ്റെ സ്റ്റേജസ് അങ്ങനെ തന്നെ പഠിക്കുക, സ്റ്റേജസും പഠിക്കുക, ഏജും പഠിക്കുക. അവിടെ നിന്നേ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് 12 to 18. ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അഡോളസൻസ് അല്ലെങ്കിൽ കൗമാര സ്റ്റേജിൽ വരുന്നതാണ്. അതുകൊണ്ട് 12 to 18 ആണ്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വിശ്വാസം അവിശ്വാസം, അതായത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ജനിച്ചിടം മുതൽ ഒരു 1.5 വയസ്സ് വരെയുള്ള സമയത്ത്. ഈ സമയത്ത് നമ്മുടെ കൂട്ടുകാരി ആരാണ്? നമ്മുടെ അമ്മയാണ് അല്ലേ. നമ്മളെ എടുക്കുന്നതും വെക്കുന്നതും സ്നേഹിക്കുന്നതും പരിചരിക്കുന്നതും ഒക്കെ അമ്മയാണ്. അപ്പം അമ്മയെ കാണുമ്പോഴേ കുട്ടി എന്ത് ചെയ്യും? പുഞ്ചിരിക്കാൻ വേണ്ടി തുടങ്ങും അല്ലേ. താൻ കരയുമ്പോൾ അമ്മ വന്ന് എടുക്കുമെന്ന് കുട്ടിക്കൊരു വിശ്വാസമുണ്ട്.
ഇനി മറ്റാരെങ്കിലും എടുക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? വലിച്ചു കീറി കരയുമല്ലേ. കാര്യം എന്താണ്? അവിശ്വാസം. അതാണ് ഈ സ്റ്റേജ്. അപ്പം അത് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റേജ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, സ്വാശ്രയത്വ, ജാള്യതയും സംശയവും. അതായത് 1.5 മുതൽ 3 വയസ്സ് വരെയുള്ള സ്റ്റേജാണ്. ഇത്രയും നാൾ നമ്മളല്ലേ അവന് ഡ്രസ്സ് ഇടിച്ചു കൊടുത്തത്, ഇനി അവൻ്റെ കയ്യിലേക്ക് കൊടുക്കും, അവൻ ഇരുന്ന് ഡ്രസ്സ് ഇടട്ടെ. അതുപോലെ തന്നെ ഫുഡ് അവൻ തന്നെ അവിടെ ഇവിടെയൊക്കെ ആക്കുമായിരിക്കും, എന്നാലും അവൻ തന്നെ വാരി വാരി കഴിച്ചോട്ടെ. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഭാഗം ഓട്ടോണോമിയാണ്. നമ്മൾ അവനെ കൊണ്ട് പുതിയ കാര്യങ്ങൾ ശീലിപ്പിക്കുകയാണ്. ഇനി അവിടെ ഒരു നെഗറ്റീവ് പാർട്ട് കൂടെ ഉണ്ട്. നിങ്ങൾ അവൻ ഉടുപ്പിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയി പിടിച്ചു വലിച്ചു വാങ്ങിച്ചിട്ട് നിനക്കിതൊന്നും അറിയത്തില്ല, അയ്യേ നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഒരു നെഗറ്റീവ് പാർട്ടല്ലേ വന്നത്? കുട്ടിയുടെ മനസ്സിൽ അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ലേ, അയ്യോ ഒരുപാട് സംശയങ്ങൾ അവൻ്റെ മനസ്സിൽ വരും അല്ലേ. അതുപോലെ അവനൊരു നാണക്കേടും ഉണ്ടാവും. അതാണ് ഈ ഒരു സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. മുൻകൈ എടുക്കൽ, കുറ്റബോധം. അതായത് 3 മുതൽ 5 വയസ്സ് വരെയുള്ള സ്റ്റേജാണ്. അതായത് കുട്ടി ഈ സമയത്ത് പ്ലേ സ്കൂളിൽ പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ പ്രീ സ്കൂൾ ഏജ് എന്ന് പറയാം. അപ്പോൾ അവൻ എന്താണ് പുതിയ പുതിയ കളികളൊക്കെ കണ്ടുപിടിക്കും. അതുപോലെ നല്ല നല്ല പടങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ഒരു സമയമാണ്. ഓരോ കാര്യത്തിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വിടണം. അപ്പോൾ നല്ലൊരു പോസിറ്റീവാണ് അല്ലേ. പുതിയ പുതിയ കാര്യങ്ങൾ അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തോളും. ഇനി നമ്മൾ നല്ല ഒരു പടം വരച്ച കൊച്ചു അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒന്ന് എടുത്തോണ്ട് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഒരു നെഗറ്റീവാണ്, അവരൊരു ഗിൽറ്റ് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. അതായത് ഊർജ്ജസ്വലത, അപകർഷത. അതായത് 6 മുതൽ 12 വയസ്സ് വരെയുള്ള സമയമാണ്. എലിമെൻ്ററി സ്കൂൾ ഏജ് ആണ് അല്ലേ. ഇവിടെ ടീച്ചറിനാണ് ഇമ്പോർട്ടൻ്റ് റോള്. കാര്യം എന്താണ്? കുട്ടി കൂടുതൽ സമയം സ്കൂളിലല്ലേ, അപ്പോൾ അവിടെ ടീച്ചറിനാണ് ഇമ്പോർട്ടൻ്റ്. ടീച്ചർ എന്തോ ചെയ്യണം? ആ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഓരോരോ കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന സമയത്ത് അതിന് നല്ല റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം, മോട്ടിവേഷൻ കൊടുക്കണം, എൻകറേജ് ചെയ്യണം അല്ലേ. അതുപോലെ അവന് ആ ഒരു സമയത്ത് ഒരുപാട് സംശയങ്ങൾ കാണും. ഈ സംശയങ്ങൾക്കെല്ലാം ഒന്ന് മറുപടി കൊടുത്തേക്കണം. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവായി. നെഗറ്റീവ് എന്താണ്? കുട്ടി സംശയം ചോദിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ടീച്ചർ പറയുക പോയി അവിടെ പോയി ഇരിക്കാൻ പറയാൻ. കുട്ടി നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവന്ന് ടീച്ചറിന്റെ മുമ്പിൽ ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ പടം വരച്ച് വെക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽസ് ഒക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല എടുത്തോണ്ട് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റീഇൻഫോഴ്സ്മെന്റോ മോട്ടിവേഷനോ എൻകറേജ്മെന്റോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടാവുന്നതാണ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത്. മലയാളത്തിൽ എന്തു പറയും? അപകർഷത എന്ന് പറയും. അടുത്ത സ്റ്റേജ് എന്താണ്? ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. സ്വബോധം, റോൾ സംശയങ്ങൾ. 12 മുതൽ 18 വയസ്സ് വരെയുള്ള സമയം അഡോളസൻസ് പീരീഡ് ആണ്. ഇവിടെ നമ്മുടെ ടീച്ചറിന് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് റോള്. നമ്മളോട് ടീച്ചർ പണ്ട് ചോദിക്കത്തില്ലേ ആരാവാനാണ് ആഗ്രഹമെന്ന്. അപ്പം താൻ ആരാണെന്നും സൊസൈറ്റിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ഒരു ഐഡൻറ്റിറ്റി കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള റോൾ ആർക്കാണ്? ടീച്ചറിനാണ്. അത് പറ്റാതെ വരുമ്പോഴാണ് അവിടെ കുട്ടിക്കൊരു റോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. അടുത്ത എന്താണ്? ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ആഴത്തിലുള്ള അടുപ്പം, ഒറ്റപ്പെടൽ. അല്ലെങ്കിൽ 18 മുതൽ 35 വയസ്സ് വരെയുള്ള സമയമാണ്. 35 വയസ്സ് വരെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽ ആവുന്ന ഒരു സമയമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ട സമയമാണ്. നമുക്ക് ഇൻറ്റിമസി തോന്നേണ്ട സമയമാണ് അല്ലേ. നമുക്ക് നല്ലൊരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് വേണം. ആ ഒരു സമയമാണ്. ഇനി ഓപ്പോസിറ്റ് നോക്കിക്കേ, എന്താണ്? ഐസൊലേഷൻ. ഈ ഒരാളോട് നമുക്ക് റിലേഷൻഷിപ്പ് തോന്നുന്നില്ല, ഇൻറ്റിമസി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അയാൾക്കൊരു ഡിപ്രഷൻ ഉണ്ടാവുന്നു അല്ലെ. അയാൾ ഒറ്റപ്പെട്ടു പോകുന്നു. അതാണ് ഐസൊലേഷൻ, നെഗറ്റീവ് പാർട്ട്. അടുത്തത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ്. അതായത് സൃഷ്ടി, മുരടിപ്പ് അല്ലേ. 35 മുതൽ 60 വയസ്സ് വരെയുള്ള സമയം. 35 വയസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയി, പ്രാരാബ്ദങ്ങളായി. അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എവിടെയായിരിക്കും? കുട്ടികളിലും, അല്ലെങ്കിൽ ഫാമിലിയിലും, അതുപോലെ നമ്മുടെ വർക്കിലും ആയിരിക്കും ആ ഒരു സമയത്ത് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? 60 വയസ്സോടുകൂടി നമ്മൾ അതിന് മുമ്പ് തന്നെ കുട്ടികളെയൊക്കെ ഒരു കരക്കെത്തിക്കുന്നു, തട്ടിക്കൂട്ടി കല്യാണമൊക്കെ നടത്തി എന്ത് ചെയ്യുന്നത്? റിട്ടയർമെൻറ്റ് ലൈഫിലോട്ട് വരുന്ന വയസ്സാണ് ഈ 60 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളവരൊരു 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ അവരെന്താ ചിന്തിക്കുന്നത്? എൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എൻ്റെ വർക്കിൽ ഞാൻ കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കണം, ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് ചെയ്യണം. ഇതൊക്കെയല്ലേ അവർ ചിന്തിക്കുന്നത്. അതാണ് അവിടുത്തെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് സൈഡ് എന്താണ്? സ്റ്റാഗ്നേഷൻ എന്ന് വെച്ചാൽ
നമ്മളെന്ത് ചിന്തിക്കുന്നു, എനിക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതുപോലെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല, വർക്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു മുരടിപ്പാണ് അല്ലേ, അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ എന്ന് പറയും. അവസാനത്തെ സ്റ്റേജ് അല്ലെങ്കിൽ 8ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, മനസ്സന്തുലനം തകർച്ച, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. 60 വയസ്സിന് മുകളിലോട്ടാണ്. ഇവിടെ എന്താണ്, ഒരു മനസ്സന്തുലനമാണ്. അതായത് എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പറ്റി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു, അല്ലെങ്കിൽ എൻ്റെ വർക്കിൽ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റി എല്ലാം ഫുൾഫില്ല് ചെയ്തു എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ്, ഒരു മനസ്സന്തുലനമാണല്ലോ. നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു, ഫാമിലിക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു, എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ നിറവേറ്റി കഴിയുമ്പോൾ നമുക്കൊരു മനസ്സന്തുലനമാണ് അല്ലേ. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സന്തുലനമാണ്. മറിച്ച് നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ല, മക്കൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ല, കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ല, നമ്മുടെ വർക്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല, മൊത്തത്തിൽ നമുക്കൊരു തകർച്ചയായിരിക്കും അല്ലേ ഇവിടെ ഉള്ളത്. അപ്പം അതിനെയാണ് നമ്മൾ ഡെസ്പെയർ എന്ന് പറയുന്നത്. താഴെ പറയുന്ന എല്ലാ ഇൻ്റലിജൻസ് പെർഫോമൻസ് ടെസ്റ്റിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. പിൻഡർ പാറ്റേഴ്സൺ പെർഫോമൻസ് സ്കെയില്, അടുത്തത് ആർതർ ടെസ്റ്റ് ഫോർ സ്മോൾ ചിൽഡ്രൻ, നെക്സ്റ്റ് ഭാട്ടിയാസ് പെർഫോമൻസ് ടെസ്റ്റ്, ലാസ്റ്റ് വൺ വെഷ്ലർ ബെല്ലവ്യൂ ബുദ്ധിമാപിനി. ഇപ്പം ഇത്രയും കാര്യങ്ങളൊന്നും നോക്കി വെച്ചേക്കട്ടെ, എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടി താൻ ശോഭനെ പോലെ നൃത്തം ചെയ്യുമെന്ന് പറയുന്നു, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് ആരുടെ പഠന സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് ആ കുട്ടി എന്താണ്, മറ്റൊരാളെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അല്ലേ. അയാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് കളിക്കുന്നത് അതേ രീതിയിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടും അയാളെ പോലെ ആവാൻ വേണ്ടിയിട്ടുമാണ് ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്താണെന്നല്ല, അത് ഏത് പഠന സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്, ബന്ദൂരയുടെയാണ് ഓപ്ഷൻ എ. ആരാണ് സോഷ്യൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ സാമൂഹ്യ പഠന സിദ്ധാന്തം ഡെവലപ്പ് ചെയ്തത്? ആരാണ്? ആൽബർട്ട് ബന്ദൂരയാണ്. മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒബ്സർവേഷണൽ ലേണിംഗ്. അപ്പോൾ ഈ ഒരു സംഭവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിരീക്ഷണ പഠന സിദ്ധാന്തം അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ലേണിംഗ്. അതും ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഇദ്ദേഹത്തിൻ്റെ ബുക്കാണ്, ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് സോഷ്യൽ ലേണിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു തിയറിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ബോബോഡോൾ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ ബോബോഡോൾ എക്സ്പെരിമെൻറ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആൽബർട്ട് ബന്ദൂരയാണ്. നമ്മുടെ ഒബ്സർവേഷൻ ലേണിംഗ് തിയറി അല്ലെങ്കിൽ നിരീക്ഷണ പഠനത്തിന് 4 ഘട്ടങ്ങളാണുള്ളത്. പഠിച്ചേക്കണം. അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോ റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ ഓർ റീഇൻഫോഴ്സ്മെൻറ്റ്. ദ ടേം പേഴ്സണൽ ഡിസ്പൊസിഷൻ വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ. പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്, ഇതൊരു റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മളധികം കേട്ടിട്ടില്ല. പക്ഷേ നമുക്കിതിൻ്റെ ആളെ പറഞ്ഞാലറിയും. നമ്മുടെ ട്രേറ്റ് തിയറിയുടെ ആൾ ആൽപോർട്ടാണ് പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് നിർമ്മിച്ചത് ആരാണ്? CAT, CAT, TAT ഇതൊക്കെ നമ്മൾ പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ പഠിച്ചതാണ് അല്ലേ, പ്രക്ഷേപണ തന്ത്രങ്ങളിൽ പഠിച്ചതാണ്. അപ്പോൾ ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? എന്താണ്? ബെല്ലാക്കാണ്, ഓപ്ഷൻ എ. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ TAT വികസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ മോർഗൻ ആൻഡ് മുറേ ആണ്. CAT ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആരാണ്? ബെല്ലാക്കാണ്. ഇനി വാറ്റ് അല്ലെങ്കിൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് അത് വികസിപ്പിച്ചത് CG യുങ് ആണ്. ലാസ്റ്റ് വൺ മഷിരൂപങ്ങൾ അല്ലെങ്കിൽ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഉണ്ടല്ലോ, അത് വികസിപ്പിച്ചത് ഹെർമൻ റോഷാക്കാണ്. അപ്പോൾ ഈ 4 പഠിച്ചിരിക്കണം. അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് അധികം പരിചയം കാണാൻ സാധ്യതയില്ല. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാണ്? സെലക്ട് ദ പേഴ്സൺ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ആരാണ്? മാർക്ക് ഗാസ്പേർഡ് ആണ്, ഓപ്ഷൻ ഡി. ശ്രദ്ധിച്ചോണേ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സംയോജിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ നോർമൽ കുട്ടികളുമായിട്ട് ഒരേ സ്കൂളിൽ പഠിക്കുന്നതാണ്. കിട്ടിയോ? ശ്രദ്ധിച്ചോണേ, തെറ്റിക്കരുത്. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ വൈകല്യമുള്ള കുട്ടികൾ നോർമൽ കുട്ടികളുമായിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്നതാണ് എന്ത്?
ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംയോജിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അവർ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അധികം കൊടുക്കുന്നില്ല. നോർമൽ കുട്ടികൾ എങ്ങനെയൊക്കെയാണോ അവരുടെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവർക്കും ഉള്ളത്. മനസ്സിലായി? അതുപോലെ തന്നെ ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സൊന്നും അല്ല, സാധാ നോർമൽ ടീച്ചേഴ്സ് തന്നെയാണ് ഇവരെയും പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ കരിക്കുലോ സ്പെഷ്യലായിട്ടുള്ള ഫെസിലിറ്റീസോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. മനസ്സിലായോ? നോർമൽ കുട്ടികൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവരെയും കെയർ ചെയ്യുന്നത്. നോർമൽ കുട്ടികൾ ഇവരെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവർ തമ്മിലൊരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ട്, അവരിവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുപോലെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്താണ്, താൻ ഒറ്റപ്പെട്ടു പോവുകയാണെന്നോ അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നും അവരുടെ മനസ്സിൽ ഉണ്ടാവത്തില്ല. മനസ്സിലായോ? ഇതെന്ന് പറയുന്നത് വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളൊന്നും അധികം കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പെൻസീവ് അല്ല. മനസ്സിലായി? ഏത് പ്രായത്തിലും നമുക്ക് പ്രായഭേദമന്യേ നമുക്ക് എന്ത് ചെയ്യാം, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ ചേരാം. അത് ഓക്കെ ആയല്ലോ? അടുത്തയിലേക്ക് പോവാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമല്ല, അവിടെ എല്ലാ കുട്ടികളും വരും. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള കുട്ടികൾ, പാവങ്ങളായിട്ടുള്ള കുട്ടികൾ, സോഷ്യലി ഡിപ്രൈവ്ഡ് ചിൽഡ്രൻ, അതുപോലെ തന്നെ എന്താണ് ജെൻഡറിൻ്റെയും കാസ്റ്റിൻ്റെയും നിറത്തിൻ്റെയൊക്കെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട കുട്ടികൾ, അങ്ങനെ എല്ലാ കുട്ടികളെയും കൂടെ ഒന്നിച്ച് ചേർത്ത് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അവിടെ വൈകല്യമുള്ള കുട്ടികൾ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു സ്പെഷ്യലി ട്രെയിൻഡ് ടീച്ചേഴ്സ് തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ഉണ്ട്, കാരണം സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, കണ്ണ് കാണാത്ത കുട്ടികൾ, അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അവർക്ക് ആവശ്യമുള്ള സെറ്റിങ്സ് എല്ലാം അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, അതിനാവശ്യമായിട്ടുള്ള പാത്ത്, അവർക്ക് നടക്കാനുള്ള വഴികളും എല്ലാം അതേ രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നോക്കിക്കേ, വ്യക്തിത്വ സവിശേഷങ്ങളുടെ വർഗീകരണം, അതായത് ആൽപോർട്ടിൻ്റെ 3 ടൈപ്സ് ട്രേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമത്തേത് കാർഡിനൽ ട്രേറ്റ് ആണ്, മുഖ്യ സവിശേഷകം. രണ്ടാമത്തേത് സെൻട്രൽ ട്രേറ്റ്സ് ആണ്, മധ്യമ സവിശേഷകം. മൂന്നാമത്തേത് സെക്കൻഡറി ട്രേറ്റ് അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷകം. അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതൊന്ന് ഓർഡറിലാക്കാൻ ചോദിക്കാറുണ്ട്. അപ്പം മുഖ്യമായിട്ടുള്ളത് എപ്പോഴും ആദ്യമല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? അപ്പം മുഖ്യ സവിശേഷകം ആദ്യം പറയണം, കാർഡിനൽ ട്രേറ്റ്സ്. രണ്ടാമത് നടുക്കുള്ളത് ആ പേരിൽ തന്നെ ഉണ്ട്, സെൻട്രൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ മധ്യമ സവിശേഷകം. ലാസ്റ്റ് വരുന്നത് സെക്കൻഡറി ട്രേറ്റ്സ് അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷകം. ഒന്നാമത്തെ എന്താണ്? കാർഡിനൽ ട്രേറ്റ് അല്ലെങ്കിൽ മുഖ്യ സവിശേഷകങ്ങളാണ്. ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാവുന്നതും മേൽക്കൈ നേടുന്നതുമായുള്ള സ്വഭാവ സവിശേഷത. ഇറ്റ് റെഫേഴ്സ് ടു ദ സിംഗിൾ ട്രേറ്റ് that dominates an individual's entire personality. It appears in most of the behavior of the individual. ഒരു എക്സാമ്പിൾ പറയട്ടെ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ ഭയങ്കര കോമഡിയാണ്. നമ്മൾ അവരുടെ അടുത്തിരുന്നാൽ ചിരിച്ചിരിച്ച് ചത്തു, അത്ര കോമഡി അവൾ പറയും. അവൾ എപ്പോഴും നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവൾക്ക് പല വ്യവഹാരങ്ങളും ഉണ്ടല്ലേ. അവൾ ചിലപ്പോൾ സത്യസന്ധയായിരിക്കാം, അല്ലെങ്കിൽ കള്ളം പറയാത്തൊരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്ന ഒരു കുട്ടിയാവാം. അങ്ങനെ പല സവിശേഷതയിൽ അവളുടെ മേൽക്കൈ നേടി നിൽക്കുന്ന ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അവളുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ അവളുടെ പേഴ്സണാലിറ്റിയിൽ ഉടനീളം നിൽക്കുന്ന ഒരു സംഭവം, മേൽക്കൈ നേടി നിൽക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഏതാണ്? ഫലിതം പറയുക അല്ലെങ്കിൽ കോമഡി പറയുക എന്നുള്ളതാണ്. നമുക്ക് സുരാജ് വെഞ്ഞാറമ്മൂടിനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളി കോമഡി, അതിലല്ലേ നമ്മൾ പുള്ളിയുടെ ബാക്കിയുള്ള സ്വഭാവവും ബാക്കിയുള്ള ബിഹേവിയറും ഒന്നും നമ്മൾ നോക്കത്തില്ല, പുള്ളി കോമഡി പറയുന്ന ഒരാൾ. ചാർലി ചാപ്ലിനെ ആലോചിക്കുമ്പോഴോ പുള്ളി കോമഡി പറയുന്ന ഒരാൾ, ബാക്കിയുള്ള ഭാഗമൊന്നും നമ്മൾ പറയത്തില്ല. അപ്പോൾ അയാളുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തിൽ മേൽക്കൈ നേടി നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഫലിതമാണ്. അതുപോലെ ഗാന്ധിജിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട്, പിന്നെന്താണ് നിരാഹാരം നടത്തിയിട്ടുണ്ട്. ഇതൊന്നും അല്ല, നമുക്ക് ഗാന്ധിജിയുടെ ഒരു സിംപ്ലിസിറ്റിയും അദ്ദേഹത്തിൻ്റെ അഹിംസ ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ ഒരാൾക്ക് ഒരുപാട് വ്യവഹാരങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമായിട്ടുള്ളതാണ് ഈ കാർഡിനൽ ട്രേറ്റ് അല്ലെങ്കിൽ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രീബുദ്ധനിൽ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പല ക്യാരക്ടറും ഉണ്ടെങ്കിലും ഏറ്റവും
മേൽക്കൈ നേടി നിൽക്കുന്ന എന്തായിരിക്കാം? അഹിംസ തന്നെയാണ്. ഗാന്ധിജിയുടെ പറഞ്ഞാലും ഈ സിംപ്ലിസിറ്റി അഹിംസയും തന്നെയാണ്. മദർ തെരേസയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എപ്പോഴും എന്താണ്? സമാധാനത്തിൻ്റെ പ്രതീകം, അങ്ങനെയല്ലേ ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന കാർഡിനൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ മുഖ്യ സവിശേഷമാണ് നമ്മുടെ ഒരു വ്യവഹാരത്തിനെ ഷേപ്പ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തയിലേക്ക് പോകാം. അടുത്തത് സെൻട്രൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ മധ്യമ സവിശേഷകമാണ്. ഒരു വ്യക്തിയെ സാമാന്യമായിട്ട് വിവരിക്കുന്നതും മുഖ്യ സവിശേഷതയോളം സമഗ്രവും വ്യാപകവും ആയില്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ആൽപോർട്ട് ബിലീവ് ദാറ്റ് സെൻട്രൽ ട്രേറ്റ്സ് ആർ മച്ച് മോർ കോമൺ ദാൻ കാർഡിനൽ ട്രേറ്റ്സ്. അപ്പോൾ കാർഡിനൽ ട്രേറ്റ്സിനേക്കാളും കുറച്ച് താഴ്ന്നു നിൽക്കുന്നതാണ് സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് സെർവ് ആസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മോസ്റ്റ് പീപ്പിൾസ് പേഴ്സണാലിറ്റി. ഇപ്പോഴേ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവൾ ഭയങ്കര കോമഡിയാണ്, പക്ഷേ അവൾക്ക് ചെറിയൊരു കുശുമ്പുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു സ്വാർത്ഥതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് വിവരിച്ച് പറയുന്ന സമയത്ത് അയാൾക്ക് പലതും ഉണ്ട്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് പറയുമല്ലോ. അയാൾ ഭയങ്കര കോമഡി പറയുന്ന ഒരാളാണ്, പക്ഷേ അയാൾ ആർക്കും ഒന്നും കൊടുക്കത്തില്ല, ഭയങ്കര സെൽഫിഷ്, അങ്ങനെ പറയത്തില്ലേ? അതാണ് സെൻട്രൽ ട്രേറ്റ് അല്ലെങ്കിൽ മധ്യമ സവിശേഷകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാർഡിനൽ ട്രേറ്റ് അല്ലെങ്കിൽ മുഖ്യ സവിശേഷതയോടൊപ്പം മേൽക്കൈ നേടുന്ന ഒന്നല്ല, പക്ഷേ എല്ലാ ബിഹേവിയറിലും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത്. സ്വാർത്ഥത, മത്സരബുദ്ധി, വിധേയത്വം, വിശ്വാസ്യത, ഇതൊക്കെ സെൻട്രൽ ട്രേറ്റ്സ് നമുക്ക് പറയാം കേട്ടോ. ലോയൽറ്റി, കൈൻഡ്നസ്, ഹോണസ്റ്റി, ആൻസൈറ്റി, ഇതൊക്കെ തന്നെ നമുക്ക് അയാളെ വിശ്വസിക്കാൻ കൊള്ളാം, അയാൾ നല്ല കരുണയുള്ളവനാണ്, ഇതൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ട്രേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു 5 മുതൽ 10 വരെ സെൻട്രൽ ട്രേറ്റ്സ് ആൾക്കാരിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ചാർലി ചാപ്ലിൻ എടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പുള്ളി ഫുള്ള് കോമഡി പറയുന്നു അല്ലേ, ഫലിതം പറയുന്നു, അതാണ് പുള്ളിയുടെ കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ പുള്ളിയെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ പുള്ളിക്ക് നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാം, കരുണയുള്ളവനാണ്, അങ്ങനെ പറയത്തില്ലേ? അതാണ് പുള്ളിയുടെ സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തയിലേക്ക് പോകാം. അടുത്തത് സെക്കൻഡറി ട്രേറ്റ് അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷകമാണ്. സവിശേഷ സാഹചര്യത്തിൽ മാത്രം പ്രകടമാകുന്നതും പ്രവർത്തന മേഖലകളിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതയാണ് സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ദേ ഓഫൺ അപ്പിയർ ഓൺലി ഇൻ സർട്ടൺ സിറ്റുവേഷൻസ് ഓർ അണ്ടർ സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ്. ഇപ്പോൾ എന്തായാലും വെക്കേഷൻ ടൈമൊക്കെയാണ്, പിള്ളേരൊക്കെ വീട്ടിലുണ്ട്, എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലേ, നമ്മൾ അടി കൊടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഷ്യക്കാരിയാണോ? നമ്മൾ ഫുൾ ടൈം ദേഷ്യക്കാരിയായിട്ട് നടക്കുന്ന ഒരാളാണോ? അല്ല. നമുക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ദേഷ്യം വരുന്നു, നമ്മൾ പ്രകടിപ്പിക്കുന്നു, തീർന്നു. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെ ഒന്ന് സ്റ്റേജിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു, അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു നാണവും ഒരു വിറയലും ഒക്കെ വരുന്നു. എന്നും പറഞ്ഞാൽ നമ്മൾ സ്ഥിരം നാണക്കാരിയും വിറയലുകാരിയാണെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ട്രേറ്റ് നമുക്ക് പുറത്തേക്ക് വന്നു അല്ലേ, അതാണ് സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുന്നത്. ചില സന്ദർഭത്തിൽ മാത്രമേ ഈ സംഭവം പുറത്തോട്ട് വരത്തുള്ളൂ. ലേണിംഗ് കർവ് അല്ലെങ്കിൽ പഠന വക്രം എന്ന് പറയുന്നത് കുട്ടിക്ക് എത്രത്തോളം ലേണിംഗ് പ്രോഗ്രസ് അല്ലെങ്കിൽ അവൻ്റെ പഠന പുരോഗതിയുടെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എത്രത്തോളം അവൻ ലേണിങ്ങിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി ആ ഒരു പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ലേണിംഗ് കർവ് അല്ലെങ്കിൽ പഠന വക്രം എന്ന് പറയുന്നത്. അപ്പോൾ 4 തരത്തിലുള്ള പഠന വക്രത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തേത് സ്ട്രെയിറ്റ് ലൈൻ കർവ് അല്ലെങ്കിൽ ഋജുരേഖ വക്രം. രണ്ടാമത്തേത് ഉന്മധ്യ വക്രം അല്ലെങ്കിൽ കോൺവെക്സ് കർവ്. നദമധ്യ വക്രം അല്ലെങ്കിൽ കോൺകേവ് കർവ്. സമ്മിശ്ര വക്രം മിക്സഡ് കർവ്. ഒന്നാമത്തേത് ഋജുരേഖ വക്രം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കർവ് ആണ്. ആ പേര് പോലെ തന്നെ പഠന പുരോഗതി ഒരേ നിരക്കിൽ തന്നെ പോവുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു, അവൻ്റെ പുരോഗതിയിൽ മാറ്റമൊന്നുമില്ല, പഠിച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. അതാണ് സ്ട്രെയിറ്റ് ലൈൻ കർവ് അല്ലെങ്കിൽ ഋജുരേഖ വക്രം. എന്തോ പറയും, യൂണിഫോം റേറ്റ് ഓഫ് പ്രോഗ്രസ് ഇൻ ലേണിംഗ്. രണ്ടാമത്തേത് കോൺവെക്സ് കർവ് അല്ലെങ്കിൽ ഉന്മധ്യ വക്രം എന്ന് വെച്ചാൽ എന്താണ്? ആദ്യമൊക്കെ ഭയങ്കര പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ആണ്, മിടുക്കിയായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, പിന്നെ ക്രമേണ എന്ത് ചെയ്യുന്നു? പഠിത്തത്തിൻ്റെ പുരോഗതി മന്ദഗതിയിലാവുന്നു. അതാണ് കോൺവെക്സ് കർവ് അല്ലെങ്കിൽ ഉന്മധ്യ വക്രം എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ് അല്ലെങ്കിൽ ഋണത്വരണ പഠനവക്രം. മനസ്സിലായോ? ഋണത്വരണ പഠനവക്രം എന്നറിയപ്പെടുന്നത് ഉന്മധ്യ വക്രം എന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് നദമധ്യ വക്രം അല്ലെങ്കിൽ കോൺകേവ് കർവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺവെക്സ് കർവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് തുടക്കത്തിൽ കുട്ടി എന്ത് ചെയ്യുന്നു? ഉളപ്പിയൊക്കെ നടക്കുന്നു, പഠിക്കുന്നില്ല.
ഓണപരീക്ഷയ്ക്കൊക്കെ മാർക്ക് കുറവാണ്. അതിനുശേഷം പിന്നീട് എന്താ ചെയ്യുന്നത്, അവൻ പഠിക്കുന്നു അല്ലേ, പഠിച്ചിട്ട് ക്രിസ്മസ് പരീക്ഷയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല മാർക്ക് കരസ്ഥമാക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണ്, താഴ്ന്ന നിരക്കിലുള്ള പുരോഗതിയാണ്, പിന്നെ ക്രമേണ ത്വരിതഗതിയിലുള്ള പുരോഗതിയിലേക്ക് പോകുന്നു. ഉന്മധ്യ വക്രത്തിന് നമ്മൾ പറഞ്ഞു എന്താണ്, ഋണത്വരണ വക്രം. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നു ധനത്വരണ പഠന വക്രം എന്നാണ് അറിയപ്പെടുന്നത്, പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ്. അടുത്തത് മിക്സഡ് കർവ് അല്ലെങ്കിൽ സമ്മിശ്ര വക്രമാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച കോൺവെക്സും കോൺകേവ് കർവും കൂടിച്ചേർന്നതാണ് മിക്സഡ് കർവ് എന്ന് പറയുന്നത്. ഇവിടെ ഗ്രാഫ് നോക്കിയേ, തുടക്കത്തിൽ കുട്ടി വലിയ കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല, താഴ്ന്ന നിരക്കിലാണ് തുടങ്ങുന്നത്. പിന്നീട് കുറച്ചങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കുട്ടിക്ക് ഒരു എനർജി കിട്ടി, അവൻ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നീട് വീണ്ടും മന്ദഗതിയിലാവുന്നു, വീണ്ടും അവൻ പഠിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ആകൃതി ഒരു എസ് ആകൃതിയായിട്ടാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പഠനവക്രങ്ങളുടെ സവിശേഷതയെ പറ്റിയാണ്. ഒന്നാമത്തത് മന്ദ പുരോഗതിയുടെ കാലം അല്ലെങ്കിൽ പീരീഡ് ഓഫ് സ്ലോ പ്രോഗ്രസ്. ആ പേര് പോലെ തന്നെ തുടക്കത്തിൽ തന്നെ കുട്ടി എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. അവൻ്റെ പഠന പുരോഗതി എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും അല്ലെങ്കിൽ മന്ദഗതിയിലായിരിക്കും. മനസ്സിലായോ? അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ് ദ പ്രോഗ്രസ് ഓഫ് ലേണിംഗ് ഈസ് ജനറലി സ്ലോ. ഇതിനെയാണ് നമ്മൾ മന്ദ പുരോഗതിയുടെ കാലം അല്ലെങ്കിൽ പീരീഡ് ഓഫ് സ്ലോ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ദ്രുത പുരോഗതിയുടെ കാലം എന്ന് പറയുന്നത് എന്തായിരിക്കും, തുടക്കത്തിൽ തന്നെ കുട്ടി എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നു, ആ പഠനം ഇങ്ങനെ മുന്നോട്ട് ത്വരിതഗതി പ്രാപിക്കുന്നു അല്ലേ, നല്ല രീതിയിൽ പോകുന്നു. അതാണ് പീരീഡ് ഓഫ് റാപ്പിഡ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ലേണിംഗ് പ്ലാറ്റു അല്ലെങ്കിൽ പഠന പീഠസ്ഥലിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ പഠിക്കാനുള്ള താല്പര്യമില്ലായ്മയോ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അവിടെ ഒരു പഠന പുരോഗതി തീരെ ഇല്ലാതെ വരും. അതിങ്ങനെ പാരലായിട്ട് ഫ്ലാറ്റ് പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ പഠന പീഠസ്ഥലി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു കുട്ടി ഇതാ ഇങ്ങനെ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു അസുഖം വന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നില്ല, അവിടെ പഠന പുരോഗതിയൊന്നും നടക്കുന്നില്ല, അവൻ ആകെ ഡെസ്പായി. അപ്പോൾ അതാ ഇങ്ങനെ പോകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ അവൻ ജസ്റ്റ് അതിൽ നിന്നൊക്കെ റിക്കവറായി പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അവന് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, വീണ്ടും അവിടെ പഠന പുരോഗതി കാണിക്കുന്നില്ല. അപ്പോൾ അതിനെയാണ് ലേണിംഗ് പ്ലേറ്റോ അല്ലെങ്കിൽ പഠന പീഠസ്ഥലി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തോ ആയിരിക്കാം, കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ താല്പര്യമില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ രോഗമായിരിക്കാം, മാനസിക പ്രശ്നങ്ങളായിരിക്കാം, എന്തോ ആവാം. ഇങ്ങനെ നമ്മുടെ പഠന പുരോഗതിയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതിനെ നമ്മൾ സ്പർട്സ് എന്ന് പറയും കേട്ടോ. സ്പർട്സ് കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏറ്റക്കുറച്ചിലുകളുടെ കാലമാണ്, അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പ്രകടമായ പുരോഗതി കാണിക്കാത്ത കാലം. എത്ര കൂടുതൽ പരിശീലനം നൽകിയാലും പുരോഗതി കാണാത്ത ചില സന്ദർഭങ്ങളുണ്ടാവും. ഇതാണ് പഠനത്തിന് പീഠസ്ഥലി എന്ന് പറയുന്നത്. ഇനി പുരോഗതിക്ക് പകരം അധോഗതിയാണ് അല്ലെങ്കിൽ ഡിക്ലൈനാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെയാണ് അധോഗതിയുടെ കാലം എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി പറയാൻ പോകുന്ന ഭാഗത്തുനിന്ന് എപ്പോഴും കേറ്റിന് ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നൊരു ഭാഗമാണ് എഡ്യൂക്കേഷൻ ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ പ്രതിഭാശാലികളായ കുട്ടികളുടെ വിദ്യാഭ്യാസം. ഒന്നാമത്തത് സ്പെഷ്യൽ സ്കൂൾസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് സ്കൂൾസ്, വിശേഷാൽ വിദ്യാലയങ്ങൾ. അപ്പോൾ ഇങ്ങനത്തുള്ള പ്രതിഭാശാലികളായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്കൂളുകൾ വേണമെന്നാണ് എല്ലാവരും നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ശേഷിയും അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അഭിരുചിയൊക്കെ വികസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയ സ്കൂളുകൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ഡബിൾ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇരട്ടക്കയറ്റം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, അവൻ നല്ല പ്രതിഭാശാലിയായ കുട്ടിയാണെങ്കിൽ അവൻ്റെ സമയവും ചെലവും പ്രയത്നവും ഒക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് അവന് ഡബിൾ പ്രൊമോഷൻ കൊടുക്കും. 8ലോ 9ലോട്ടോ ഒക്കെ ഡബിൾ പ്രൊമോഷൻ കൊടുക്കാം. തഥാഗതം എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടിക്ക് വയസ്സ് 12 ആയിരുന്നു. 12ാമത്തെ വയസ്സിലാണ് ഈ കുട്ടി MSc ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, പ്രീവിയസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ മിടുക്കനായതുകൊണ്ട് ക്ലാസ് കയറ്റം പെട്ടെന്ന് ലഭിച്ചതുകൊണ്ട് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നിരന്തര പ്രോത്സാഹനം ലഭിച്ചുകൊണ്ട് ഇതെല്ലാം കറക്റ്റ് അല്ലേ? മിടുക്കനാണ്, പ്രതിഭാശാലിയാണ്, അതുപോലെ അവന് ക്ലാസ് കയറ്റം അല്ലെങ്കിൽ ഡബിൾ പ്രൊമോഷൻ കിട്ടി, അതുപോലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നിരന്തര പ്രോത്സാഹനവും കിട്ടി. അപ്പോൾ ഇത് 3ഉം കറക്റ്റാണ്. ശരി. അതുപോലെ തന്നെ ഡബിൾ പ്രൊമോഷൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതുപോലെ പ്രതിഭാശാലികളായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള പരിപാടികളിൽ ഉൾപ്പെടുന്നത് ഏതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡബിൾ പ്രൊമോഷനായിരുന്നു കറക്റ്റ് ആൻസർ. അപ്പോൾ അങ്ങനെയും ചോദിക്കും കേട്ടോ ഡയറക്റ്റായിട്ട്. അടുത്തത് ആക്സിലറേഷൻ ഓർ റാപ്പിഡ് അഡ്വാൻസ്മെൻറ്റ്, ത്വരിത പഠനം അല്ലെങ്കിൽ ശീഘ്രമായ മുന്നേറ്റം. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കഴിവുള്ള കുട്ടികളെ പ്രായമെത്തുന്നതിന് മുമ്പ് LKG UKG ഒന്നും പോവാതെ 1ാം ക്ലാസ്സിലോട്ട് പ്രവേശിപ്പിക്കും.
എന്നിട്ട് 3 വർഷത്തെ പഠനം കുട്ടി 2 വർഷം വെച്ച് പൂർത്തിയാക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും എങ്ങനെയാണ്, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ക്ലാസ്സിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഹാഫ്, അതായത് ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ അടുത്ത ക്ലാസ്സിലോട്ടുള്ള പ്രൊമോഷൻ കൊടുക്കും. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ ആക്സലറേഷൻ ഓർ റാപ്പിഡ് അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത്. 4ാമത്തെ എന്താണ്? എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ അതും ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ആയിട്ട്. താഴെ പറയുന്നതിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ എന്താണ് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? അപ്പോൾ ആ കൂട്ടത്തിൽ എന്തുണ്ടായിരുന്നു? എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നോക്കാം. അപ്പോൾ ഈ പോഷക പരിപാടികളോട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും അല്ലാത്ത കാര്യത്തിലും ഈ കുട്ടിക്ക് കൂടുതൽ ഉയർന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതായത് ഇപ്പം സ്കൂളിൽ തന്നെ എന്താണ്, ശാസ്ത്ര സമിതിയുണ്ട്, കലാസമിതിയുണ്ട്, സ്കൂൾ പാർലമെൻ്റ് ഉണ്ട്, പൂന്തോട്ട നിർമ്മാണമുണ്ട്, അതുപോലെ ചിത്രരചന ആയിക്കോട്ടെ, അഭിനയം, സംഗീതം, എല്ലാത്തിലും ഈ കുട്ടിക്കായിരിക്കും കൂടുതൽ പങ്കാളിത്തം കൊടുക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ സ്കൂളിൽ ഈ മോണിറ്റോറിയൽ പരിപാടികളുണ്ടല്ലോ, അതായത് ഈ ശരാശരിയായ കുറച്ച് പഠിക്കാനൊക്കെ ഇച്ചിരി താഴ്ന്ന നിലവാരത്തിലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ട് ഇവനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. അപ്പോൾ ഇവൻ മാർഗ്ഗനിർദ്ദേശമൊക്കെ കൊടുത്ത് വലിയ രീതിയിൽ ക്ലാസ്സൊക്കെ കൊടുക്കും. അപ്പോൾ ഇവൻ്റെ കഴിവും അതോടൊപ്പം തന്നെ അവൻ്റെ ആപ്റ്റിറ്റ്യൂഡും അവൻ്റെ ഒരു പേഴ്സണാലിറ്റി എല്ലാം ഇതോടൊപ്പം വികസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഗിഫ്റ്റഡ് ചിൽഡ്രന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. അവസാനത്തേത് ഗ്രൂപ്പിംഗ് ഓർ സെപ്പറേറ്റ് ക്ലാസ്സസ്, കഴിവിനൊത്ത വർഗീകരണം. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ പോയാൽ അവിടെ എന്താവും? ആ ക്ലാസ്സിൽ പലതരത്തിലുള്ള കുട്ടികൾ കാണും അല്ലേ? നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ കാണും, ഒത്തിരി മോശപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾ കാണും, ആവറേജ് ആയിട്ടുള്ളത്, ബിലോ ആവറേജ് ആയിട്ടുള്ള, അങ്ങനെ എല്ലാ കുട്ടികളും ഇടകലർന്നതാണ് ഒരു ക്ലാസ് റൂം. അപ്പോൾ ടീച്ചർ എങ്ങനെ ആയിരിക്കും പഠിപ്പിക്കുന്നത്? ശരാശരി നിലവാരത്തിലായിരിക്കും പഠിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ടീച്ചർ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രതിഭാശാലിയായ കുട്ടിക്ക് എന്ത് ചെയ്യും? അവന് ബോറടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ അവൻ പല കുസൃതിയും കാണിക്കും. കാരണം അവന് ഇത്രയും റിപ്പീറ്റ് ചെയ്തൊന്നും പറയണ്ടല്ലോ, അവന് പെട്ടെന്ന് കാര്യം മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇങ്ങനത്തുള്ള കുട്ടികളെ എന്ത് ചെയ്യണം? നമ്മൾ ഈ പ്രതിഭാശാലികളായ കുട്ടികളെ മാത്രം ഒരു ക്ലാസ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ അവർക്ക് നമുക്ക് ഉയർന്ന രീതിയിലുള്ള പാഠ്യവസ്തുക്കളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ അവരുടെ കഴിവുകളും അലസതയും മടിയൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാമെന്നാണ് പറയുന്നത്. പ്രതീക്ഷിച്ച ജോലി ലഭിക്കാത്ത മനു തൻ്റെ മാനസിക സംഘർഷം മറച്ചു വെക്കാനായിട്ട് ആ ജോലിയുടെ ഭാരിച്ച ഉത്തരവാദിത്തത്തെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചുമൊക്കെ വാചാലനാകുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? ഇപ്പോൾ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടാതെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ന്യായീകരണങ്ങളായിരിക്കും അല്ലേ? അത് കിട്ടാൻ തന്നെ കാര്യമായി, കിട്ടിയിരുന്നെങ്കിൽ അവിടെ ഭയങ്കര വർക്കാണ്, വർക്ക് ലോഡാണ്, എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. എന്നുവെച്ചാൽ നമുക്കതൊരു സമാധാനമാണല്ലേ? ആ ഒരു കുറച്ച് ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സംഘർഷം ഇച്ചിരി കുറയും. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ് ആൻസറായിട്ട് വരുന്നത്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷനാണ്, ഓപ്ഷൻ സി. റിപ്രഷൻ എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന അൺപ്ലസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, സഫലമാകാത്ത ആഗ്രഹങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ, ഇതെല്ലാം നമ്മൾ അറിയാതെ തന്നെ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടിക്കാലത്ത് പട്ടിയുടെ കടി അല്ലെങ്കിൽ ചെലന്തിയുടെ കടി കിട്ടിയിട്ടുള്ള ഒരാള് വലുതാകുമ്പോഴും ചെലന്തിയോടും പട്ടിയോടും ഒക്കെ ഒരു പ്രത്യേക പേടിയായിരിക്കും അല്ലെ, ഫോബിയായിരിക്കും. അപ്പൊ അതിന്റെ കാരണം അയാൾക്കറിയാം, കുട്ടിക്കാലത്ത് എപ്പോഴും അയാൾക്ക് ഇങ്ങനെ ഒരു കടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴാ കിട്ടിയത്, എങ്ങനെയാ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? അയാൾ പോലും അറിയാതെ, അതാണ് ഇവിടുത്തെ പോയിന്റ്, അയാൾ പോലും അറിയാതെ അയാളുടെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് പുഷ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാമത്തേത് സപ്രഷൻ ആണ്. ആക്ട് ഓഫ് സ്റ്റോപ്പിംഗ് യുവർ സെൽഫ് ഫ്രം തിങ്കിങ് ഓർ ഫീലിംഗ് സംതിങ്. അതായത് ഞാൻ ഇന്ന് എക്സാം ഹാളിൽ പോയ സമയത്ത് എനിക്ക് അവിടെ ഞാൻ കാണിച്ച എന്തെങ്കിലും ഒരു കുറ്റത്തിന്റെ പേരിൽ ടീച്ചറുടെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്ക് കിട്ടുന്നു. അത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ് അല്ലേ? ഞാനത് വീട്ടിൽ വന്നിട്ട് എനിക്ക് പിറ്റേ ദിവസത്തെ പരീക്ഷയുണ്ട്. അപ്പൊ ഇത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഞാൻ കോൺഷ്യസ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിനെ മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്, ഈ ഒരു സംഭവത്തിനെ തള്ളി നീക്കാൻ ശ്രമിക്കുവാണ്. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. റിപ്രഷനിൽ നമ്മൾ പറഞ്ഞത് അറിയാതെയാണ് അല്ലെ, അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ സപ്രഷനിൽ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതാണ്, കോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്നതാണ്. മനസ്സിലായല്ലോ? പ്രൊജക്ഷനും റാഷണലൈസേഷനും എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ തോന്നുമെങ്കിലും രണ്ടും വ്യത്യസ്തമാണ് കേട്ടോ.
പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ട്രൈസ് ടു ഡിഫെൻഡ് ഹിംസെൽഫ് ബൈ ബ്ലെയിമിങ് അതേഴ്സ് ഫോർ ഹിസ് ഓൺ ഫോൾട്ട്. ക്ലാസ്സിൽ വൈകി വന്ന കുട്ടി പറയാണ്, ഞാൻ വൈകാൻ കാരണം എൻ്റെ ബസ് ലേറ്റ് ആയത് കൊണ്ടാണ്. അപ്പം അവൻ്റെ തെറ്റ് അവൻ ബസ്സിന്റെ മേളിൽ കെട്ടിവെച്ചു. അതുപോലെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ ഉടനെ പറയും ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഞാൻ കുറഞ്ഞ മാർക്ക് വാങ്ങിച്ചത്, ടീച്ചറിന്റെ തലയിലോട്ട് കെട്ടിവെച്ചു. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരാളുടെ മേലെ കെട്ടിവെക്കുന്നതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് റാഷണലൈസേഷൻ? എക്സ്പ്ലെയിനിങ് ആൻ unacceptable behavior or feeling in a rational or logical manner, avoiding the true reasons for the behavior. ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞൊരു കുട്ടി പറയുകയാണ്, എനിക്ക് മാർക്ക് കുറഞ്ഞതിന് കാരണം ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കാത്തത് കൊണ്ടും ടീച്ചർ നോട്ട്സ് തരാത്തത് കൊണ്ടുമാണ്. പക്ഷെ അവൻ മാർക്ക് കുറച്ചതിന് കാരണം എന്താണ്? കുറച്ച് വാങ്ങിച്ചതിന് കാരണം അവൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് സ്വയം ന്യായീകരിക്കുകയാണ്. അപ്പൊ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുന്നതാണ്. റാഷണലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്വയം ന്യായീകരിക്കുവാണ്. അപ്പം ഈസോപ്പ് കഥയിലെ കുറുക്കൻ എന്താ പറഞ്ഞത്? കിട്ടാത്ത മുന്തിരി പുളിക്കും അല്ലെ? അതിനത് കിട്ടാത്തത് കൊണ്ട് സ്വയം ന്യായീകരിച്ചതാണ് മുന്തിരി പുളിക്കൂ എന്നുള്ളത്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അടുത്തത് ഐഡന്റിഫിക്കേഷൻ ആണ്. ആൻ ഇൻഡിവിജ്വൽ ഈസ് ടു അച്ചീവ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദ സക്സസ് ഓഫ് അതർ പീപ്പിൾ, ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ. ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ഐഡന്റിറ്റി കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ആ ടീച്ചർ പെരുമാറുന്ന പോലെ, ഒന്നെങ്കിൽ ആ ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ബിഹേവിയർ, അല്ലെങ്കിൽ ആ ടീച്ചർ സംസാരിക്കുന്ന പോലെ, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ സിനിമാ താരങ്ങളുടെ ഒരു ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു ചിത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു ചിത്രം വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ വിജയമായിട്ട് അവർ മാറ്റുന്നു. അതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത സബ്ലിമേഷൻ ആണ്. ട്രെയിനിങ് ഓഫ് ദ അൺവാണ്ടഡ് എനർജി ഇൻ ടു സോഷ്യലി അക്സെപ്റ്റബിൾ ചാനൽ. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യം സമൂഹം അംഗീകരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റുവാണ്. കള്ളൻ എന്ന മുദ്ര കുത്തിപ്പെട്ടിരിക്കുന്ന ഒരാൾ, കള്ളന്മാരെ നമ്മുടെ സമൂഹം അംഗീകരിക്കത്തില്ല. എന്നാൽ അയാൾ ഒരു ദിവസം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠനോപകരണങ്ങളോ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? സമൂഹം അംഗീകരിക്കും അല്ലെ? അതുപോലെ നല്ല ദേഷ്യം വരുന്ന ഒരാൾ, എപ്പോഴും ദേഷ്യമാണ്, അത് സമൂഹം അംഗീകരിക്കുന്ന കാര്യമല്ല അല്ലെ? അയാൾ ബോക്സിങ് ചെയ്യുകയാണ്, അയാളുടെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അയാൾ ബോക്സിങ് ചെയ്യുകയാണ്. ബോക്സിങ് എന്ന് പറയുന്നത് സമൂഹം അംഗീകരിക്കുന്ന കാര്യമാണല്ലോ. ഇനി വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ, കുട്ടികളില്ലാത്ത ദമ്പതിമാര് അനാഥാലയത്തിൽ പോയിട്ട് ആ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പൊ കുട്ടികളില്ല എന്ന് പറയുന്നത് സമൂഹം അങ്ങനെ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല അല്ലെ? പക്ഷെ അവര് പോയി ഈ ചെയ്യുന്ന കാര്യം സമൂഹം അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതാണ് സബ്ലിമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കോമ്പൻസേഷൻ ആണ്. എളുപ്പമാണ് അല്ലെ? എ പേഴ്സൺ ട്രൈസ് ടു മേക്കപ്പ് ഫോർ ഹിസ് വീക്ക്നെസ് ബൈ ഡെവലപ്പിംഗ് സ്ട്രെങ്ത് ഇൻ അതർ ഏരിയാസ്. പഠിക്കാൻ മിടുക്കരല്ലാത്ത കുട്ടികൾ വേറെ എന്തെങ്കിലും മേഖലയിൽ, ഡാൻസിലോ മ്യൂസിക്കിലോ സ്പോർട്സിലോ ഒക്കെ ഒരു മിടുക്കന്മാരായിരിക്കും. അതാണ് കോമ്പൻസേഷൻ. കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നു. അടുത്തത് അഗ്രഷൻ ആണ്. എന്താണ്? ഡിസ്ട്രോയ് ദ സോഴ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ. അഗ്രസീവായിട്ടുള്ള കുട്ടികൾ അല്ലെ, ഉപദ്രവകാരികളാണ് അവർ. അവരുടെ ദേഷ്യം വരുമ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആവുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഉപദ്രവിക്കുന്നവരാണ്. അതാണ് അഗ്രഷൻ. അടുത്ത റിഗ്രഷൻ ആണ്. മൂവിങ് ബാക്ക് ടു എ പ്രീവിയസ് ഡെവലപ്മെന്റൽ സ്റ്റേജ് ടു ഫീൽ സേഫ് ഓർ ഹാവ് നീഡ്സ് മെറ്റ്. ഒരു വീട്ടില് ഇളയ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ മൂത്ത കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാവും അല്ലെ? ഇളയ കുട്ടിയോട് കൂടുതൽ സ്നേഹവും കെയറിങ്ങും ഒക്കെ കിട്ടുന്ന കാണുമ്പോൾ ഇവന് ചെറിയൊരു അസൂയാണ്. അപ്പൊ ഇവളും എന്ത് ചെയ്യും? അവളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അവളും കുഞ്ഞു കുട്ടികളെ പോലെ ആക്ട് ചെയ്യും. മറ്റേ കുട്ടിയുടെ ഫീഡിങ് ബോട്ടിൽ എടുത്തു വെച്ച് കുടിക്കുകയും ആ കുട്ടിയുടെ തൊട്ടിലേക്ക് കയറി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അല്ലെങ്കിൽ കൈ സക്കുകയൊക്കെ ചെയ്യും. അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ പ്രായമുള്ള ആൾക്കാരും അവർ കിടപ്പിലാവുന്ന സമയത്തും ഇതുപോലെ കുട്ടികളെ പോലുള്ള ബിഹേവിയർ കാണിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് നെഗറ്റീവ് ഇമോഷൻ ഫ്രം വൺ പേഴ്സൺ ഓർ തിങ് ടു ആൻ അൺറിലേറ്റഡ് പേഴ്സൺ ഓർ തിങ്. ഒരു കുട്ടിക്ക് അവന്റെ ക്ലാസ് ടീച്ചറിന്റെ കയ്യിൽ വഴക്ക് കിട്ടുവാണ്. അവന് തിരിച്ചു വല്ലതും പറയാൻ പറ്റുമോ? ടീച്ചറിനെ ദേഷിക്കാൻ പറ്റുമോ? ഇല്ല. അവൻ ഇതെല്ലാം അങ്ങോട്ട് പിടിച്ചു വെച്ചിട്ട് വീട്ടിൽ വന്ന് അവൻ്റെ അച്ഛനമ്മയോടോ അല്ലെങ്കിൽ അനുജത്തിയോടോ ചേട്ടനോടോ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരനോടോ അങ്ങ് ദേഷിക്കുവാണ്. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞവരെല്ലാം. അപ്പൊ ഇതിനെയാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത റിയാക്ഷൻ ഫോർമേഷൻ ആണ്. റിയാക്ഷൻ ഫോർമേഷൻ റെഡ്യൂസസ് ആൻസൈറ്റി ബൈ ടേക്കിംഗ് അപ്പ് ദ ഓപ്പോസിറ്റ് ഫീലിംഗ്, ഇമ്പൾസ് ഓർ ബിഹേവിയർ.
നിങ്ങളുടെ വീട്ടിൽ ഒരു റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ടോ നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾ വരുവാന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും? അതൊന്നും പുറത്ത് കാണിക്കത്തില്ല അല്ലേ? ആ ഇഷ്ടക്കേടൊന്നും പുറത്ത് കാണിക്കാതെ നല്ല സന്തോഷമായിട്ട് ചിരിച്ച മുഖത്തോടു കൂടി അയാളെ വെൽക്കം ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ അമ്മ ഒരു കല്യാണ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോവാണ്, നമുക്ക് തീരെ ഇഷ്ടമല്ല അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ്, നമ്മളെ മുഖത്ത് അതൊന്നും കാണിക്കത്തില്ല. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരുമായിട്ട് നന്നായിട്ട് സംസാരിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് ആ ഒരു ട്രൂ ഫീലിങ്സ് എല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ ബിഹേവ് ചെയ്യുന്നത്. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ. അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അൺഅക്സെപ്റ്റബിൾ ഗോൾ, ഇമോഷൻ ഓർ ഒബ്ജക്റ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ വൺ ദാറ്റ് ഈസ് മോർ അറ്റൈനബിൾ ഓർ അക്സെപ്റ്റബിൾ. ഒരു കുട്ടിക്ക് ഡോക്ടർ ആവാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അവനത് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു അല്ലെ? അത് നഴ്സിംഗ് ഫീൽഡിലോട്ട് പോകുന്നു. അപ്പൊ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കുട്ടിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അവൻ അവിടെ പോകാനാണ് താല്പര്യം, കിട്ടുന്നില്ല, അത് അത്രയ്ക്ക് പൈസ അവരുടെ കയ്യിലില്ല, അതുകൊണ്ട് അപ്പൊ എന്ത് ചെയ്യുവാണ്, അവന് എക്സ്റേ ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡിനയൽ ആണ്. ഡിനയൽ എന്ന് വെച്ചാൽ അവോയ്ഡൻസ് ഓഫ് ആൻ അൺഅക്സെപ്റ്റബിൾ റിയാലിറ്റി. കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നു. ഇപ്പൊ നന്നായിട്ട് മദ്യപിക്കുന്ന ആൾക്കാര് എങ്ങനെയാണ്, അവര് വീട്ടുകാര് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ ഈ മദ്യപാനം കൊണ്ട്. അപ്പൊ അവര് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇയാൾ എന്ത് ചെയ്യും? കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞിങ്ങനെ നടക്കും. അതാണ് ഡിനയൽ എന്ന് പറയുന്നത്. പക്ഷെ മദ്യപിക്കുന്ന ആളെന്താ പറയുന്നത്? ഞാൻ എൻ്റെ ഫാമിലിയെ പൊന്നുപോലാണ് നോക്കുന്നതെന്ന് പറയല്ലേ, എല്ലാ പൈസയും കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫാമിലി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വേറൊന്ന് തന്നെയാണ്. അപ്പൊ അതിനെയാണ് ഡിനയൽ എന്ന് പറയുന്നത്. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത്. നമ്മളിപ്പോൾ അമ്മ വിളിക്കുമ്പോൾ തന്നെ ചില സമയത്ത് അമ്മ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനാ വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കേൾക്കത്തില്ല അല്ലെ? എന്നിട്ട് വന്നിട്ട് ന്യായം പറയും. അപ്പൊ അതാണ് ഡിനയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസിബലിൻ്റെ ലേണിംഗ് തിയറി നമുക്ക് പല പേരിൽ അറിയപ്പെടും. റിസപ്ഷൻ ലേണിംഗ് എന്ന് ചോദിച്ചാലും, മീനിങ് വെർബൽ ലേണിംഗ് എന്ന് ചോദിച്ചാലും, സബ്സംഷൻ തിയറി എന്ന് ചോദിച്ചാലും എല്ലാം ആരുമായിട്ട് ബന്ധപ്പെട്ടയാണ്? അസിബലുമായിട്ട് ബന്ധപ്പെട്ടയാണ് കേട്ടോ. അപ്പോൾ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്, പല രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ നമുക്കുണ്ടാവുന്ന പ്രീവിയസ് നോളേജ്, നമ്മൾ പുതിയൊരു കണ്ടൻറ്റ് പുതിയതായിട്ട് പഠിക്കുകയല്ല വേണ്ടത്, നമുക്കൊരു പ്രീവിയസ് നോളേജ് ഉണ്ടാവണം അല്ലേ? ആ നോളേജുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ പുതിയൊരു കണ്ടൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ മെമ്മറിയിൽ ഇത് സ്റ്റോർ ആവും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏത് ഐഡിയാസ് നമ്മൾ പഠിച്ചാലും നമുക്ക് പഴയ എന്താണ് നമുക്ക് അറിയാവുന്നത് അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അത്രയാണ് പറയുന്നത്. വൺ മസ്റ്റ് റിലേറ്റ് ന്യൂ നോളേജ് ടു ദാറ്റ് ഹി ഓൾറെഡി നോസ്. മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് ഇസ് ദ അക്വിസിഷൻ ഓഫ് ഐഡിയാസ് ദാറ്റ് ആർ ലിങ്ക്ഡ് ടു അതർ ഐഡിയാസ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തയിലേക്ക് പോകാം. അസിബല് ഊന്നൽ നൽകുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 എണ്ണമാണ്. വെർബൽ ലേണിങ്ങും റിസപ്ഷൻ ലേണിങ്ങും എക്സ്പോസിറ്ററി ലേണിങ്ങും. ഏതൊക്കെയാണ്? വെർബൽ ലേണിങ്ങും റിസപ്ഷൻ ലേണിങ്ങും എക്സ്പോസിറ്ററി ലേണിങ്ങുമാണ് അദ്ദേഹം ഊന്നൽ നൽകുന്ന പ്രധാന കോൺസെപ്റ്റ്സ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മീനിങ്ഫുൾ ലേണിങ്ങിൻ്റെ 4 പ്രോസസ്സാണ്. ഒന്നാമത്തെ പ്രോസസ്സ് എന്താണ്? ഡെറിവേറ്റീവ് സബ്സംഷൻ. ഈസിയാണ്. നമുക്ക് പ്രീവിയസ് ആയിട്ടൊരു നോളേജ് ഉണ്ട്, അതിൽ പുതിയൊരു നോളേജ് ആഡ് ചെയ്യുന്നു, അന്നേരം ലേണിംഗ് നടക്കുന്നു. അപ്പോൾ നമുക്ക് കുട്ടിക്ക് ഇപ്പോൾ പക്ഷികളെക്കുറിച്ച് അറിയാം. പ്രാവ്, തത്ത, മൈന, കാക്ക, ഇതൊക്കെ ചുറ്റുപാടിലുള്ള പക്ഷികൾ കുട്ടി കണ്ടുപഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പരുന്തിനെ ആദ്യമായിട്ട് കാണുവാണ്. പരുന്തിനെ ആദ്യമായിട്ട് കാണുമ്പം മറ്റു പക്ഷികളിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. കുറച്ച് വലുതാണ് പരുന്ത്, പക്ഷേ ചിറകൊണ്ട് പറക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് അതിന് പുതിയൊരു നോളേജ് കിട്ടി. എന്താണ്? പരുന്തും പക്ഷി തന്നെയാണ്. മനസ്സിലായോ? അപ്പം അത്രയേ ഉള്ളൂ. അതിന് പക്ഷികളെക്കുറിച്ച് ഓൾറെഡി അറിയാം, എക്സിസ്റ്റിംഗ് നോളേജ് പക്ഷികളെക്കുറിച്ചുണ്ട്. അത് വെച്ചിട്ട് പരുന്തിനെ കണ്ടപ്പോൾ ന്യൂ നോളേജ് കിട്ടി. ഈ പരുന്ത് കുറച്ച് വലുപ്പം ഉണ്ടെന്നേ ഉള്ളൂ, പരുന്ത് എന്ത് തന്നെയാണ്? പക്ഷി തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ലേണിംഗ് നടന്നില്ലേ? അപ്പോൾ അതാണ് ഡെറിവേറ്റീവ് സബ്സംഷൻ. നെക്സ്റ്റ് കോറിലേറ്റീവ് സബ്സംഷൻ ആണ്. ദ ന്യൂ മെറ്റീരിയൽ ഈസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് വാട്ട് ഈസ് നോൺ ഓൾറെഡി. ഇറ്റ് എൻറിച്ചസ് ദ ഹയർ ലെവൽ കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ അവൻ്റെ പ്രീവിയസ് നോളേജ് അല്ലെങ്കിൽ അവൻ്റെ എക്സിസ്റ്റിംഗ് നോളേജിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റം വരുത്തുകയോ കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ കുട്ടിക്ക് എന്തായാലും പട്ടിയെക്കുറിച്ച് അറിയാം. 4 കാലും ഒരു വാലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പട്ടിയാണ് എന്ന് അവൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ പറഞ്ഞത്. ഇനി
കുട്ടി പെട്ടെന്ന് ഒരു കുതിരയെ കാണുവാണ്. കുതിരയെ കാണുന്ന സമയത്ത് ആ കുട്ടി വിചാരിക്കും, 4 കാലുണ്ട്, വാലുണ്ട്, കുട്ടി കണ്ട പട്ടിക്കും കുതിരയ്ക്കും ഒക്കെ ഒരേ കളറ്, ശരി, അപ്പോൾ ഇതും പട്ടി തന്നെയാണെന്ന് പറയുക. അപ്പോൾ അമ്മ അടുത്ത് നിന്ന് കേട്ടിട്ട് അമ്മ പറയുകയാണ്, മോനെ മക്കളെ, ഇത് കുതിരയാണ്, ഇത് പട്ടിയല്ല, പട്ടിക്ക് മാത്രമല്ല വേറെ മൃഗങ്ങൾക്ക് 4 കാലും വാലും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയ സമയത്ത് അവൻ്റെ എക്സിസ്റ്റിംഗ് നോളജിൽ എന്തായിരുന്നു, 4 കാലും വാലും ഉള്ളതെല്ലാം പട്ടിയാന്നായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ അവൻ മാറ്റം വരുത്തിയില്ലേ? അവൻ എന്താ മാറ്റം വരുത്തിയത്? പട്ടിക്ക് മാത്രമല്ല മറ്റു പല മൃഗങ്ങൾക്കും 4 കാലും വാലും കളറും എല്ലാം ഒരുപോലെ ഉണ്ട് എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ അതാണ് കോറിലേറ്റീവ് സബ്സംഷനിൽ പറയുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ്. അതായത് കുട്ടിക്ക് ക്യാരറ്റ്, ബീൻസ്, പിന്നെന്താണ് ബീട്രൂട്ട്, പൊട്ടാറ്റോ, ഇതെല്ലാം കുട്ടിക്ക് ഓരോന്ന് സെപ്പറേറ്റ് സ്പെസിഫിക് ആയിട്ട് അറിയാം, ഓരോന്നായിട്ട് അറിയാം. ഇതിൽ നിന്ന് ഇതിനെ എല്ലാം കൂടെ ചേർത്ത് വെജിറ്റബിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ജനറൽ ലേണിങ്ങിലോട്ട് പോയില്ലേ. അപ്പോൾ സ്പെസിഫിക് ടു ജനറൽ ലേണിംഗ് ആണ് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടിക്ക് ആപ്പിള്, ഓറഞ്ച്, ഗ്രേപ്സ്, ഇത് ഓരോന്നായിട്ട് സ്പെസിഫിക് ആയിട്ട് ഓരോന്നായിട്ട് അറിയാം. ഇതിനെ എല്ലാം കൂടെ ചേർത്ത് ഫ്രൂട്ട്സ് എന്ന് പറയുന്നു. അപ്പോൾ സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലോട്ട് പോയി. അപ്പോൾ അതാണ് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ്. നെക്സ്റ്റ് കോമ്പിനറ്റോറിയൽ ലേണിംഗ്. അതായത് നമ്മൾ കമ്പൈൻ ചെയ്ത് പഠിക്കുവാണ്. ന്യൂലി അക്വേർഡ് നോളേജ് കമ്പൈൻസ് വിത്ത് പ്രീവിയസ് നോളേജ് ടു എൻറിച്ച് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോത്ത് കോൺസെപ്റ്റ്. അപ്പോൾ അവരിൽ ഉള്ള പ്രീവിയസ് നോളേജ് അവർക്ക് കിട്ടുന്ന ന്യൂ നോളേജുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നു? 2 കോൺസെപ്റ്റും ഒരുപോലെ തന്നെ മനസ്സിലാക്കുന്നു, സെയിം ലെവൽ തന്നെ അല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടിക്ക് അറിയാം നമ്മളെങ്ങനെയാണ് നമ്മുടെ ശ്വസനമെന്ന് അല്ലേ, നമ്മൾ എന്താണ് ഉള്ളിലേക്ക് എടുക്കുന്നത്, എന്താണ് പുറത്തേക്ക് വിടുന്നത്, നമ്മൾ ശ്വസിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഏതുവഴിയാണ് ശ്വസിക്കുന്നത്, മുക്കി കൂടാതെ എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയിലുള്ള പ്രീവിയസ് നോളേജാണ്. ഇതിൽ നിന്ന് നമ്മൾ ചെടിയുടെ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ശ്വസനത്തിനെ കുറിച്ച് പറയുകയാണ്. അവർ എന്താണ് അകത്തേക്ക് എടുക്കുന്നത്, എന്താണ് പുറത്തേക്ക് വിടുന്നത്, ഏതുവഴിയാണ് അവർ ശ്വസിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ രണ്ടും തമ്മിൽ എന്തോ ചെയ്യുന്നു, നമ്മൾ കമ്പൈൻ ചെയ്ത് പഠിപ്പിക്കുന്നു. അപ്പോൾ 2 കോൺസെപ്റ്റ്, അതായത് പ്രീവിയസ് ആയിട്ട് അവർക്കുള്ള നോളേജിൽ നിന്ന് പുതിയ നോളേജുമായിട്ട് കമ്പൈൻ ചെയ്ത് പഠിപ്പിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു? 2 കോൺസെപ്റ്റ് ഒരുപോലെ തന്നെ മനസ്സിലാക്കുന്നു. സ്റ്റെപ്സ് ഇൻ ടീച്ചിങ് പഠിച്ചേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പിന്നെ അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, പിന്നെ എന്താണ് ഇവാലുവേഷനാണ് നടക്കുന്നത്, ലാസ്റ്റ് സ്റ്റെപ്പ് റിവിഷൻ. ഓക്കെ, ഇതാണ് 4 സ്റ്റെപ്പ്. ഒരു ക്വസ്റ്റ്യൻ നോക്കേ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സീക്വൻസ് ഇൻ ടീച്ചിങ് ഈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് നോക്കുക. ടീച്ചിങ്, പ്ലാനിങ്, അതൊരിക്കലും വരത്തില്ല. ടീച്ചിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ് തന്നെയാണ് അല്ലേ. അപ്പോൾ സിയും ഡിയും നോക്കുക. പ്ലാനിങ്, ടീച്ചിങ്, പിന്നെന്താണ് നമുക്ക് കിട്ടുന്നത്? ഫീഡ്ബാക്കാണ്. അത് കഴിഞ്ഞാണ് റിഫ്ലക്ഷൻ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കണേ. അതായത് ടീച്ചിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സാണ്, ടീച്ചിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഉദ്ദേശം ഉണ്ടാവും കേട്ടോ. ഇന്ന പാഠഭാഗമാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, ഇന്ന കണ്ടൻറ്റാണ് നമ്മൾ കുട്ടിയിലേക്ക് എത്തിക്കേണ്ടതെന്നൊക്കെ ഒരു ഉദ്ദേശമുണ്ട്. ഇപ്പോൾ കണ്ണിനെ കുറിച്ച് ബയോളജി ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് ഒബ്ജക്റ്റ് കാണുന്നത് അതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവാണ്, ഒരു ഉദ്ദേശമാണ്. അപ്പോൾ ആദ്യം നമ്മൾ അത് ചെയ്യുക. രണ്ടാമത്തത് എന്ത് ചെയ്യുക? അവരുടെ പ്രീവിയസ് നോളേജ്, ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് നോളേജ് പരിശോധിച്ചിട്ട് ഇപ്പോഴത്തുള്ള പ്രസൻ്റ് ആയിട്ടുള്ള നോളേജും പ്രീവിയസ് നോളേജും തമ്മിൽ റിലേറ്റ് ചെയ്യുക. പിന്നെ മൂന്നാമത് എന്താ ചെയ്യുന്നത്? നമ്മൾ എന്താണോ അവർക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കണ്ടൻറ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ നമ്മൾ ചിലപ്പോൾ ചാർട്ടുകൾ കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് കാണും, എന്താണോ ഉള്ളത് അത് കണ്ടൻറ്റും അതോടൊപ്പം തന്നെ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അസസ്മെൻറ്റ് അല്ലേ. നമ്മൾ കുട്ടി എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സാം ഒക്കെ നടത്തണം, അസസ്മെൻറ്റ്. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? കുട്ടിക്ക് മാർക്ക് കുറവാണെങ്കിൽ ഏത് ഏരിയയിലാണ് അവന് കുറവുള്ളത് എന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെമഡിയൽ ടീച്ചിങ് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ ടീച്ചിങ് പ്രോസസ്സ്. ഇനി ഫാദർ ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആരാന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? ജോൺ ഡൂയി ആണ്. ഫാദർ ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ജോൺ ഡൂയി ആണ്. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കുട്ടിയുടെ ഐഡിയാസ് ആണ്. കുട്ടി എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അവൻ്റെ ഐഡിയാസ് എന്താണ്, ഇത് രണ്ടുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ജോൺ ഡൂയി കൊണ്ടുവന്നിട്ടുള്ള ലാബ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എന്തിന് എക്സാമ്പിളാണെന്ന് ചോദിച്ചാൽ പ്രോഗ്രസീവ് സ്കൂൾസിന് എക്സാമ്പിളാണ്. ഈ ചോദ്യം നോക്കിയേ, ഗുഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രോഗ്രസീവ് ടീച്ചേഴ്സ്. പ്രോഗ്രസീവ് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ഇതിലേതാണ്? ഒന്നാമത്തേന്ന് പറയുന്നത് ഫോളോസ് ട്രഡീഷണൽ സ്റ്റൈൽസ് ഓഫ് ടീച്ചിങ്.
അപ്പോൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞു ട്രഡീഷണൽ സ്റ്റൈൽസ് ഓഫ് ടീച്ചിങ് എന്ന് വെച്ചാൽ ലെക്ചർ മെത്തേഡാണ് അല്ലേ. അപ്പോൾ ഒരിക്കലും ഒരു പ്രോഗ്രസീവ് ടീച്ചർ ലെക്ചർ മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നത്. പിന്നെന്താണ്, കണ്ടൻറ് നോളേജ്. ടീച്ചറിന് നല്ല കണ്ടൻറ് നോളേജ് ഉണ്ട്, കുറേ അറിവ് ഉണ്ടെന്നും പറഞ്ഞ് ഒരിക്കലും അവരെന്താവില്ല, ഒരു പ്രോഗ്രസീവ് ടീച്ചർ ആവില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഞാൻ പറഞ്ഞു എപ്പോഴും ക്ലാസ് മുറിയിൽ എങ്ങനെ ആയിരിക്കണം, ടീച്ചർ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ലെവൽസ് ഓഫ് ടീച്ചിങ്. അതിൽ 3 ലെവലുണ്ട്: മെമ്മറി ലെവല്, അണ്ടർസ്റ്റാൻഡിങ് ലെവല്, റിഫ്ലക്റ്റീവ് ലെവല്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് മെമ്മറി ലെവലാണ്. മെമ്മറി ലെവലിനെയാണ് നമ്മൾ ഇനിഷ്യൽ ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിഷ്യൽ ലെവൽ ഓഫ് ടീച്ചിങ് ഏതാണ്? മെമ്മറി ലെവലാണ്. ഇതിൻ്റെ മെയിൻ പ്രൊപ്പോണൻ്റ് എന്ന് പറയുന്നത് ഹെർബർട്ട് ആണ്. ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും നോക്കി വെച്ചേരാം. ഇവിടെ എന്താ നടക്കുന്നത്? മെമ്മറി ലെവലിൽ എന്താ നടക്കുന്നത്? നമ്മൾ പഠിക്കുന്നു അല്ലേ, ലേൺ ചെയ്യുന്നു. ലേൺ ചെയ്ത കാര്യം മറന്നു പോകാതെ നമ്മൾ ഓർമ്മയിൽ നിലനിർത്തുന്നു. അതാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്, റീറ്റെയിനിങ്. പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നീട് നമ്മളത് റീകോൾ ചെയ്തു, ഓർമ്മിച്ചെടുക്കുന്നു. പരീക്ഷ സമയത്തോ അല്ലെങ്കിൽ മറ്റ് പല സന്ദർഭങ്ങളിലും നമ്മളത് ഓർത്തെടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മളത് തിരിച്ചറിയുന്നു, റെക്കഗ്നിഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെമ്മറി ലെവലിൽ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? മെമ്മറൈസേഷൻ ആണ്. അപ്പോൾ ഇതൊരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ലോവർ ക്ലാസ്സിലാണ് ഇത് കൂടുതലായിട്ട് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോവർ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടില്ലേ, ടീച്ചർ ABCD കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികളത് മെമ്മറൈസ് ചെയ്യുന്നു, പിന്നീട് ടീച്ചർ അത് ചോദിക്കുന്നു, പിന്നെയും കുട്ടികൾ വീണ്ടും അത് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. അപ്പോൾ മെമ്മറി ലെവലിൻ്റെ പ്രൊപ്പോണൻ്റ് ആരായിരുന്നു? ഹെർബർട്ട് ആയിരുന്നു. ഇവിടെ ആരാണ്? മോറിസൺ ആണ്. ഇവിടെ കുട്ടി പുതിയ ഇൻഫർമേഷനും ഫാക്ട്സും കോൺസെപ്റ്റും ഒക്കെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതുപോലെ കുട്ടിക്കും ടീച്ചറിനും രണ്ടുപേർക്കും ആക്റ്റീവ് റോളാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലുള്ളത്. അപ്പോൾ മെമ്മറി ലെവലിൽ ടീച്ചറിനായിരുന്നു ആക്റ്റീവ് റോൾ അല്ലേ. നമ്മൾ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് എന്നാണ് മെമ്മറി ലെവലിൽ പറഞ്ഞത്. അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ എന്താണ്? ടീച്ചറിനും കുട്ടിക്കും രണ്ടുപേർക്കും ആക്റ്റീവ് റോളാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചാർട്ടും മോഡൽസും പിക്ചേഴ്സും ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് TV എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ കുട്ടി എന്ത് ചെയ്യുന്നു? പുതിയൊരു നോളേജ് അക്വയർ ചെയ്യുന്നു. മനസ്സിലായല്ലോ. ഇനി അവസാനത്തത് മൂന്നാമത്തതും റിഫ്ലക്റ്റീവ് ലെവലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തത് മെമ്മറി ലെവലിൽ പറഞ്ഞത് ആരായിരുന്നു? ഹെർബർട്ടാണ്. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ലെവല് മോറിസൺ ആണ്. മൂന്നാമത്തെ റിഫ്ലക്റ്റീവ് ലെവലിൻ്റെത് ഹണ്ടാണ്. അപ്പോൾ ഇതെന്താണ്? ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. അപ്പോൾ റിഫ്ലക്റ്റീവ് ലെവൽ ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. മെമ്മറി ലെവൽ എന്തായിരുന്നു? ഇനിഷ്യൽ ലെവൽ ഓഫ് ടീച്ചിങ് ആയിരുന്നു. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ് ആണ് അല്ലേ. കുട്ടികൾ തന്നെ അവരുടെ റിയൽ ലൈഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്? സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ് അല്ലേ. അപ്പോൾ മെമ്മറി ലെവൽ ടീച്ചർ സെൻറ്റേർഡ് ആയിരുന്നു. രണ്ടാമത് പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത് കുട്ടിക്കും ടീച്ചറിനും രണ്ടുപേർക്കും ആക്റ്റീവ് റോളായിരുന്നു. റിഫ്ലക്റ്റീവ് ലെവലിൽ ആർക്കാണ് റോള്? കുട്ടികൾക്കാണ്. അതുപോലെ തന്നെ ഇത് ഹയർ ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ. മെമ്മറി ലെവൽ ലോവർ ക്ലാസ് ആയിരുന്നു. റിഫ്ലക്റ്റീവ് ലെവൽ ഹയർ ക്ലാസ്സിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ റിഫ്ലക്റ്റീവ് ലെവലിന് പറയുന്ന മറ്റൊരു പേരുണ്ട്, ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. അപ്പോൾ ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഏത് ലെവലിന് പറയുന്ന മറ്റൊരു പേരാണ്? റിഫ്ലക്റ്റീവ് ലെവലിന്. അപ്പോൾ ആ ഒരു പേര് കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ നമ്മൾ ഇൻഡക്റ്റീവ് ടീച്ചിങ്ങിൽ ISG എന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പം ഇൻഡക്റ്റീവ് ടീച്ചിങ് എന്താണ്? സ്പെസിഫിക് ടു ജനറൽ ആണ്. അതായത് കുട്ടിക്ക് കുറേ എക്സാമ്പിൾസ് ടീച്ചർ കൊടുക്കുന്നു. എക്സാമ്പിൾസിലൂടെ കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു പൊതു തത്വത്തിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് പറയുന്നത്. ഈ പ്രോജക്റ്റ് മെത്തേഡും എൻക്വയറി ലേണിങ്ങും ഒക്കെ ഇൻഡക്റ്റീവ് ടീച്ചിങ്ങിന് എക്സാമ്പിൾസ് ആണ്. അതായത് നമുക്ക് അറിയാവുന്ന കാര്യത്തിൽ നിന്ന് അറിയാത്ത കാര്യത്തിലേക്ക് പോകുന്നു. നോൺ ടു അൺനോൺ എന്നോ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് എന്നോ എക്സാമ്പിൾ ടു റൂൾ എന്നോ സ്പെസിഫിക് ടു ജനറൽ എന്നോ എന്ത് ചോദിച്ചാലും ഇൻഡക്റ്റീവ് മെത്തേഡാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത് പ്രോജക്റ്റ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ആണ്. ഈ ഭാഗത്തുനിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും പഠിച്ചേക്കണേ. നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുന്നു, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു, അതിനുശേഷം അത് നിർവഹിക്കുന്നു അല്ലേ, എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു, റിപ്പോർട്ടിംഗ് ആൻഡ് റെക്കോർഡിംഗ്. നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡ് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞാൽ? സ്പെസിഫിക് ടു ജനറൽ ആണല്ലേ, ISG എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഡിഡക്റ്റീവ് മെത്തേഡ് നിങ്ങളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് DGP എന്നാണ് അല്ലേ. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി.
ജനറൽ ടു പർട്ടിക്കുലർ ആണ് അല്ലേ. അവിടെ ടീച്ചർ അറിയാത്ത കാര്യങ്ങൾ കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്നു, അവിടെ നിന്ന് അറിയാവുന്ന കാര്യത്തിലേക്ക് വരുന്നു. അപ്പം മാത്സ് ടീച്ചർ ഏരിയ കാണാനുള്ള ഇക്വേഷൻ കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്നു. അതിന് അറിയാത്ത കാര്യമാണ്, ആദ്യമായിട്ട് കാണുവാണ്. ആ ഇക്വേഷൻ ആദ്യം പറഞ്ഞു കൊടുത്തതിന് ശേഷം പ്രോബ്ലംസ് കൊടുക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അറിയാത്ത കാര്യത്തിൽ നിന്ന് കുട്ടി അറിയാവുന്ന കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ മറ്റേതിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. അബ്സ്ട്രാക്റ്റ് ടു കോൺക്രീറ്റ്, ജനറൽ ടു പർട്ടിക്കുലർ, അൺനോൺ ടു നോൺ, റൂൾ ടു എക്സാമ്പിൾ. ഇതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അനക്ഡോട്ട് റെക്കോർഡ്. ഈ അനക്ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ എന്തായിരിക്കും, ടീച്ചർ വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന ഒരു റെക്കോർഡാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് ടീച്ചർ ചെയ്യുന്നത്? ടീച്ചർ ക്ലാസ്സിൽ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നു, ചെയ്തിട്ട് അവൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയർ, അത് ചിലപ്പോൾ അവൻ്റെ പേഴ്സണൽ അഡ്ജസ്റ്റ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ സോഷ്യൽ ഫങ്ഷനിങ് ആയിരിക്കാം. പേഴ്സണൽ അഡ്ജസ്റ്റ്മെൻറ്റ്, കുട്ടി എങ്ങനെയാണ് ക്ലാസ്സിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കുട്ടി ബാക്കിയുള്ള കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, കോപ്പറേറ്റീവ് ആണോ, അതൊക്കെ നോക്കി ആ ബിഹേവിയറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് അനക്ഡോട്ട് റെക്കോർഡ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഈ കുട്ടിയുടെ ബിഹേവിയർ ഫേവറബിൾ ആയിരിക്കാം, അതായത് പ്രതികൂലമായിരിക്കാം, അല്ലെങ്കിൽ അനുകൂലമായ ബിഹേവിയർ ആയിരിക്കാം. എന്ത് തന്നെ ആയാലും നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇനി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ചോദിച്ചതാണ്. ലെന എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് അവളെ ഭയങ്കര വിഷമത്തോടെ കണ്ടു. ക്ലാസ്സിൽ അറ്റൻറ്റീവ് ഒന്നും അല്ല, ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ഒന്നും പറയത്തില്ല. അപ്പോൾ എന്തൊക്കെയോ പ്രോബ്ലംസ് ഇവൾ ഫേസ് ചെയ്യുന്നതെന്ന് ടീച്ചറിന് മനസ്സിലായി. അപ്പോൾ ടീച്ചർ അവളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയർ ഒബ്സർവ് ചെയ്ത് എവിടെയാണ് നോട്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ്? അനക്ഡോട്ട് റെക്കോർഡാണ് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ, record that may contain description of significant incident and behavior of children is called. കുട്ടിയുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയറോ ഒരു ഇൻസിഡൻറ്റോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ക്രിപ്റ്റീവായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതാണ് അനക്ഡോട്ട് റെക്കോർഡ്. അടുത്തത് ക്യുമുലേറ്റീവ് റെക്കോർഡാണ്. കുട്ടി സ്കൂളിൽ ചേരുമ്പോൾ ഉള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഡേറ്റയാണ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത്. അവൻ്റെ പേര്, അവൻ്റെ അഡ്രസ്സ്, അവൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ അവൻ്റെ സൈക്കോളജിക്കൽ ടെസ്റ്റിലുള്ള പെർഫോമൻസ്, അവൻ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇതൊക്കെ രേഖപ്പെടുത്തുന്നതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. അപ്പോൾ നമുക്ക് കുട്ടിയുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ റേറ്റും അതിൻ്റെ ഡിറക്ഷനും അതിൻ്റെ ഒരു ഗ്രോത്തും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നോം റെഫറൻസ്ഡ് ടെസ്റ്റ്, പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് ഈസ് കമ്പയർഡ് വിത്ത് അതർ സ്റ്റുഡൻസ്. അതായത് നമ്മൾ ക്ലാസ്സിലൊരു ടെസ്റ്റ് നടക്കുന്നു, ടെസ്റ്റിന് ശേഷം ഒരു കുട്ടിയുടെ മാർക്ക് മറ്റു കുട്ടിയുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നു. നമ്മുടെ PSC എക്സാം ഇല്ലേ, എങ്ങനെയാണ്? എക്സാം എല്ലാവരും പോയി എഴുതുന്നു, അതിനുശേഷം വാല്യുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കട്ട് ഓഫ് പറയുന്നത്. എങ്ങനെയാണ്? ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടിയുടെ അടിസ്ഥാനത്തിലാണ് അവർ കട്ട് ഓഫ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എല്ലാ കുട്ടികളെയും ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ PSC എക്സാം നടത്തുന്നത്? അല്ല, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സെലക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IQ ടെസ്റ്റ്, എൻട്രി ടെസ്റ്റ്, കോമ്പറ്റീറ്റീവ് എക്സാംസ് എല്ലാം തന്നെ ഈ പറയുന്ന നോം റെഫറൻസ് ടെസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. അടുത്തത് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ഡിസൈൻ ടു മെഷർ സ്റ്റുഡൻസ് അക്കാദമിക് പെർഫോമൻസ് എഗെയിൻസ്റ്റ് സം സ്റ്റാൻഡേർഡ് ഓർ ക്രൈറ്റീരിയ. പേര് പോലെ തന്നെ ഇവിടെ കുട്ടിയുടെ പെർഫോമൻസ് അളക്കുന്നത് മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്തിട്ടല്ല, ഇവിടെ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നോം റെഫറൻസ് ടെസ്റ്റിൻ്റെ അകത്ത് കുട്ടിയുടെ മാർക്ക് മറ്റു കുട്ടിയുടെ മാർക്കുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നു. പക്ഷേ ക്രൈറ്റീരിയ റെഫറൻസ് ടെസ്റ്റിൽ അങ്ങനെ ഒരു കമ്പാരിസണേ ഇല്ല. നമ്മളെ PSC ടെസ്റ്റുകളിൽ പലതിലും ഫിസിക്കൽ ടെസ്റ്റുകൾ വരുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് മുൻകൂട്ടി നിശ്ചയിച്ച കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. ഇത്ര ഹൈറ്റ് വേണം, ഇത്ര വെയിറ്റ് വേണം, ഇത്ര കണ്ണിൻ്റെ നിയർ പോയിൻ്റ്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിന് പോകുന്നു, അതെല്ലാം നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്സാവും അല്ലേ. അല്ലാതെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസോ ബാക്കിയുള്ളവരുടെ സ്കോറോ അനുസരിച്ചിട്ടാണോ നമ്മുടെ പെർഫോമൻസ് സ്കോറോ ഒക്കെ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ അതൊന്നും നമ്മുടെ പെർഫോമൻസിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മുടെ മാർക്കിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, നമ്മൾ എങ്ങനെയാണോ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ലേണിംഗ് ഡെഫിഷ്യൻസീസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഓഫ് ദ ലേണർ വി ക്യാൻ അഡോപ്റ്റ്. ലേണിങ്ങിൻ്റെ ഡിഫിക്കൽട്ടീസ് കണ്ടുപിടിക്കാൻ ഏത് ടെസ്റ്റാണ്? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. അതായത് കുട്ടികളോട് നമ്മൾ ചോദിക്കാറില്ലേ നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം അല്ലേ. അപ്പോൾ കുട്ടികളുടെ ഒരു ഭാവി
കാര്യങ്ങൾ, അവരുടെ ഭാവി കരിയർ എന്താണ്, അവർ ആ ഒരു കരിയറിലോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം അവർക്ക് അവിടെ ശോഭിക്കാൻ പറ്റും, അവരുടെ കഴിവ് എന്തിലൊക്കെയാണ്, ഇതൊക്കെ അറിയാനുള്ള ടെസ്റ്റാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ടെക്നിക്കാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പേഴ്സണാലിറ്റിയിൽ പഠിച്ചതാണ്. അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന താഴെ പറയുന്നതിൽ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഏതെന്ന് തിരഞ്ഞെടുക്കാനാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കാറ്റഗറി 3 ചോദിച്ചതെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ്? റോഷാഗ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റാണ് ഫസ്റ്റ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. അതുപോലെ തന്നെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഇതെല്ലാം പ്രൊജക്റ്റീവ് ടെസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രപ്പോസ്ഡ് ബൈ ആരാണ്? NCERT ആണ് അല്ലേ? ഓപ്ഷൻ ഡി. അടുത്തത് NCF ഈസ് ഫോർമുലേറ്റഡ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ് NCF? 2005 ആണ് അല്ലേ? ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ഈസ് ഫോർമുലേറ്റഡ് ഇൻ ദ ഇയർ. KCF എന്നായിരുന്നു? 2007. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, NCERT എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ. ഏത് ഇയർ ആണ് NCERT? 1961 ആണ്. ഓപ്ഷൻ ബി. ആസ് പെർ ദ NCF റെക്കമെൻഡേഷൻ ദ ടോട്ടൽ ടൈം ഫോർ ഹോംവർക്ക് ഈസ്. ടോട്ടൽ ടൈം ഫോർ ഹോംവർക്ക് എന്ന് പറയുന്നത് 2 hours ആണ്. ഓപ്ഷൻ സി. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിക്കകത്ത് ന്യൂട്രൽ സ്റ്റിമുലസ് പിന്നീട് എന്തായിട്ടാണ് മാറുന്നത്? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. കണ്ടീഷനിങ്ങിന് മുമ്പ് ഫുഡ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. കണ്ടീഷനിങ്ങിന് മുമ്പ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഫുഡ് കൊടുത്ത സമയത്ത് എന്ത് സംഭവിക്കുന്നു? പട്ടിയുടെ നാക്കിൽ വെള്ളം വരുന്നു. അപ്പോൾ അതെന്താണ്? അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. അത്രയേ ഉള്ളൂ. അതിനുശേഷം രണ്ടാമത്തെ കേസ് ബിഫോർ കണ്ടീഷനിങ് തന്നെയാണ്. നമ്മൾ ഫുഡ് കൊടുക്കാതെ ബെല്ലടിക്കുന്നു. ബെല്ലെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുന്നതാണ്. അത് ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എന്താണ്? വല്ല റെസ്പോൺസ് ഉണ്ടായോ? വെള്ളം വല്ലതും വന്നോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ്? നോ കണ്ടീഷൻഡ് റെസ്പോൺസ്. ഇനി അടുത്ത നോക്കിക്കേ. ഡ്യൂറിങ് കണ്ടീഷനിങ് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. അപ്പം നായയുടെ നാക്കിൽ സലൈവ അല്ലേ, ഉമിനീര് വരുന്നുണ്ട്. അപ്പം അത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഇനി കണ്ടീഷനിങ്ങിന് ശേഷമുള്ള കാര്യമാണ് നാലാമത്തെ കേസിൽ പറയുന്നത്. നമ്മൾ ഫുഡ് കൊടുക്കാതെ ബെല്ല് മാത്രം അടിച്ചാലും എന്ത് സംഭവിക്കുന്നു? പട്ടിയുടെ നാക്കിൽ വെള്ളം വരുന്നു. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്തു അല്ലേ? അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്റ്റെൻഷന് സ്പോണ്ടേനിയസ് റിക്കവറി 2 ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്, മുമ്പ് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചേക്കണം. അപ്പോൾ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ബെല്ല് മാത്രം അടിച്ച് ഭക്ഷണം കൊടുക്കാതെ പട്ടി ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ക്രമേണ എന്താണ്? ഡോഗിന് മനസ്സിലാവും എന്നെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുവാണ്, ബെല്ല് മാത്രമേ അടിക്കുന്നുള്ളൂ, ഫുഡൊന്നും തരുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണ്ട? ഉമിനീർ സ്രാവം ഉണ്ടാക്കണ്ട, അങ്ങനെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുവാണ്. അതിനെയാണ് നമ്മൾ വിലോപം അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വീണ്ടും ബെല്ലടിക്കുക. പെട്ടെന്ന് അതിനെന്ത് സംഭവിക്കും? ഉമിനീർ സ്രാവം ഉണ്ടാവും അല്ലേ. അതിനെയാണ് സ്പോണ്ടേനിയസ് റിക്കവറി അല്ലെങ്കിൽ പുനഃപ്രാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ 2 മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, തിങ്കിങ് ഓഫ് എവറി പോസിബിൾ യൂസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. സാധ്യമായ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് സാധ്യമായ എല്ലാ വശങ്ങളെയും കുറിച്ചും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്. ഓപ്ഷൻ സി. കൺവെർജൻറ്റ് തിങ്കിങ്, ഡൈവേർജൻറ്റ് തിങ്കിങ്, ഈ 2 കോൺസെപ്റ്റും കൊണ്ടുവരുന്നത് ഗിൽഫോർഡാണ്. Divergent thinking is a thought process or method used to generate creative ideas by exploring many possible solutions. അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ എങ്ങനെയാണ്, ഏത് ലെവൽ തിങ്കിങ് ആണ്? ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് അല്ലേ. അപ്പോൾ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം എന്നുള്ളതാണെങ്കിൽ അത് കൺവേർജൻറ്റ് തിങ്കിങ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാൽ അതിന് മെനി പോസിബിൾ സൊല്യൂഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അനോറെക്സിയ നർവോസ എന്ന് പറയുന്നത് ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ദ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഓഫ് എ ലേണർ കംസ് അണ്ടർ. അപ്പോൾ അതിന് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ, നേച്ചറിൽ വരുന്നത് ജീൻസ് ആൻഡ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ്. നർച്ചറിൽ വരുന്നതെന്ന് പറയുന്നത് എൻവിയോൺമെൻറ്റൽ വേരിയബിൾസ്, നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, ഹൗ വി വെയർ റേസ്ഡ്, സോഷ്യൽ റിലേഷൻഷിപ്സ്, സറൗണ്ടിങ് കൾച്ചർ, ഇതൊക്കെയാണ് നർച്ചറിൽ വരുന്നത്. ഇതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്താം. ഇവിടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന അപ്പോൾ ആൻസർ ഏതാണ്? നർച്ചറാണ്. അടുത്ത ചോദ്യം, വാൻഡലിസം ഇൻ അഡോളസൻസ് ഈസ് എന്താണ്? ഒരു ബിഹേവിയറൽ പ്രോബ്ലം ആണ്. ഓപ്ഷൻ ഡി. അടുത്തത്, NCF 2005
പ്രിപ്പയർ ചെയ്തത് ആരാണ്? NCERT ആണ്, ഓപ്ഷൻ ബി. സോഷ്യോമെട്രി ഈസ് ടൈപ്പ് ഓഫ് സീറ്റിംഗ് ചാർട്ട്. കുട്ടികൾ മറ്റു കുട്ടികളെ എങ്ങനെ കാണുന്നു എന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ചാർട്ടാണ് ഈ പറയുന്ന സോഷ്യോമെട്രി. അപ്പോൾ ടീച്ചറിന് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഒരു ക്ലാസ്സിലെ സ്റ്റാറുകളെയും ക്ലിക്കുകളെയും മ്യൂച്വൽസിനെയും ഐസൊലേറ്റ്സിനെയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോഷ്യോമെട്രി സഹായിക്കുന്നു. ടീച്ചർ കുട്ടികളോട് പറയും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് എഴുതരാൻ. നിങ്ങൾക്ക് അവരോട് ഇരിക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് എഴുതാൻ കുട്ടികളോട് പറയുന്നു. കുട്ടികളെല്ലാം എഴുതി കൊടുക്കും. അതിനനുസരിച്ചാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്? സോഷ്യോമെട്രി കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാറും ക്ലിക്കും ഐസൊലേറ്റ്സും മ്യൂച്വൽസും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ പേര് തിരഞ്ഞെടുത്തത് ആരെയാണോ അവരെയാണ് നമ്മൾ ക്ലാസ്സിലെ സ്റ്റാർ എന്ന് പറയുന്നത്. ഇനി ക്ലിക്കുകളെന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഒരു 3-4 പേര് കൂടി ചേർന്ന് ഒരു ഗ്യാങ് ആയിട്ട്, ഇപ്പോൾ ABCD എന്ന് 4 പേരെ എടുത്താൽ A Bയെ ചൂസ് ചെയ്യും, B Cയെ ചൂസ് ചെയ്യും, C Dയെ ചൂസ് ചെയ്യും, D Aയെ ചൂസ് ചെയ്യും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ചൂസ് ചെയ്യുന്നത്. അതൊരു ഗ്യാങ് ആയിട്ടായിരിക്കും, ഒരു 3-4 പേര് കൂടിയൊരു ഗ്യാങ് ആയിട്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ക്ലിക്കുകളെന്ന് പറയുന്നത്. ഇനി അടുത്ത ഐസൊലേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? പാവങ്ങൾ അല്ലേ, ആരും സെലക്ട് ചെയ്യാത്ത ആൾക്കാർ, ആരും അവരുടെ പേര് എഴുതിയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് ഐസൊലേറ്റ്സ്. ഇനി മ്യൂച്വൽസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ യൂണിറ്റ്സ് ഓഫ് 2 ഇൻഡിവിജ്വൽസ് ചൂസ് ആൻഡ് റെസിപ്രോക്കലി. അതായത് 2 പേര് ചേർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ A Bയെ ചൂസ് ചെയ്യുന്നു, B Aയെ ചൂസ് ചെയ്യുന്നു, അങ്ങനെ. അടുത്ത ചോദ്യം, IQ ലെവൽ ഓഫ് എ ലേണിംഗ് ഡിസേബിൾഡ് ചൈൽഡ്. ഇപ്പോൾ ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ IQ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 90-110 ആണ്, ഓപ്ഷൻ ബി. അപ്പം നമ്മളോട് ചോദിച്ചത് 90-110 ഇടയ്ക്കാണ്. അപ്പോൾ ഏതാണ് കാറ്റഗറി? ആവറേജ് ആണ്. അതായത് ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരിക്കലും ബിലോ ആവറേജ് വരില്ല, എപ്പോഴും ആവറേജ്, ശരാശരിക്കാരാണ് കേട്ടോ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ അതെപ്പോഴാണ് നടക്കുന്നത്? നമ്മുടെ ടീച്ചർ ലേണിംഗ് പ്രോസസ്സിൻ്റെ കൂടെ നടക്കുന്നതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലേ. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ടീച്ചർ ചെറിയ ചെറിയ ടെസ്റ്റ് പേപ്പറും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എല്ലാം ഫോർമേറ്റീവ് ഇവാലുവേഷൻ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് ടീച്ചേഴ്സ് ടീച്ചിങ് രണ്ടും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ടീച്ചറിൻ്റെ ടീച്ചിങ് ഇമ്പ്രൂവ് ചെയ്യാം, കുട്ടികളുടെ പഠിത്തവും ഇമ്പ്രൂവ് ചെയ്യാം അല്ലേ. ഇതൊരു ഫീഡ്ബാക്ക് കിട്ടും, ടീച്ചറിനൊരു ഫീഡ്ബാക്ക് കിട്ടുന്നു. അതുപോലെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അതുപോലെ ഇതൊരു റെഗുലർ പ്രോസസ്സാണ്. ഇത് ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ. അപ്പോൾ ഈ ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷനിലാണ് നമ്മൾ ടീച്ചർ കുട്ടിയുടെ ഡിഫിക്കൽറ്റി ഏരിയ ഏതാണെന്ന് കണ്ടെത്തുകയും കുട്ടിക്ക് ആവശ്യമായ റെമഡിയൽ ടീച്ചിങ് കൊടുക്കുകയും ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ് പ്രൊവൈഡ്സ് ടീച്ചേഴ്സ് വിത്ത് എ ഗുഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു മോട്ടിവേറ്റ് ലേണേഴ്സ്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം കാറ്റഗറി 3ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ് വരുന്നത് എവിടെയാണ്? അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് അല്ലേ. ഓൺഗോയിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അടുത്തത് സമ്മേറ്റീവ് ഇവാലുവേഷനാണ്. നമ്മളെല്ലാം പഠിച്ച് തീർന്നതിന് ശേഷം ഏറ്റവും അവസാനം എഴുതുന്ന പരീക്ഷയാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുട്ടിയുടെ പെർഫോമൻസ് ആണ് അസസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടോ ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ടോ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളതോ അല്ലെങ്കിൽ അടുത്ത അഡ്മിഷന് വേണ്ടിയിട്ടോ എന്തും ആവാം, അതിന് വേണ്ടിയിട്ടാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത്. കൺസിഡർ എ ഇവാലുവേഷൻ ആസ് എ പ്രോഡക്റ്റ്. ഫോർമേഷനിൽ പ്രോസസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, പക്ഷേ സമ്മേറ്റീവിൽ നമ്മുടെ മാർക്ക് അല്ലെങ്കിൽ പെർഫോമൻസിനാണ് പ്രാധാന്യം. അപ്പോൾ പ്രോഡക്റ്റിനാണ് സമ്മേറ്റീവ് ഇവാലുവേഷന് പ്രാധാന്യമുള്ളത്. അപ്പോൾ ടേം എൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമ്മേറ്റീവ് ഇവാലുവേഷന് എക്സാമ്പിളാണ്. നമ്മൾ 8 ബേസിക് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഗാഗ്നയുടെ പഠന ശ്രേണി. അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണം, ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചേക്കണം. എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പൽ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്. റൈറ്റിംഗ് ഡിസോർഡർ ആണ് ഡിസ്ഗ്രാഫിയ. മാത്തമാറ്റിക്കൽ ഡിസോർഡർ, മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിസ്കാൽക്കുലിയ. ഇനി മോട്ടോ കോർഡിനേഷൻ ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്രാക്സിയ. റീഡിംഗ് ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ലെക്സിയ. ആദ്യത്തേത് ലോ പ്രോക്സിമിറ്റി അല്ലെങ്കിൽ സാമീപ്യ നിയമം എന്ന് പറയും. അതായത് സമീപത്തുള്ളതിനെയെല്ലാം നമ്മൾ കൂട്ടമായിട്ട് കാണുന്നു. ഈ പിക്ചർ നോക്കിയേ, നമുക്ക് അതിൻ്റെ അകത്ത് 6 ആരോകൾ കാണാം അല്ലേ. പക്ഷെ നമ്മളിതെങ്ങനെയാണ് കാണുന്നത്?
3 ഒന്നിച്ചിരിക്കുന്നത് ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുന്നു, അടുത്ത 3 ഒന്നിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. അതായത് സമീപത്തുള്ളവയെ എന്ത് ചെയ്യുന്നു, കൂട്ടങ്ങളായിട്ട് കാണുന്നു. അതാണ് ലോ പ്രോക്സിമിറ്റി. ഈ പിക്ചർ നോക്കിയാൽ എല്ലാം എന്താണ്, കുഞ്ഞു കുഞ്ഞു വൃത്തങ്ങൾ, കുഞ്ഞു കുഞ്ഞു പൊട്ടുകളാണ് അല്ലേ. പക്ഷെ നമ്മളിത് എങ്ങനെയാണ് കാണുന്നത്, അടുത്തടുത്തിരിക്കുന്ന ഇതെല്ലാം കൂടെ ഒറ്റ ഗ്രൂപ്പാണ്, ഇത് മറ്റൊരു ഗ്രൂപ്പാണ്, ഇത് മറ്റൊരു ഗ്രൂപ്പാണ്, ഇങ്ങനെയല്ലേ കാണുന്നത്. അപ്പോൾ അതാണ് ലോ പ്രോക്സിമിറ്റി. അടുത്തടുത്തുള്ളവയെ കൂട്ടങ്ങളായിട്ട് കാണപ്പെടുന്നു, അല്ലെങ്കിൽ എലമെൻറ്റ്സ് ദാറ്റ് ആർ ക്ലോസർ ടു ഈച്ച് അതർ ആർ പെർസീവ്ഡ് ആസ് പാർട്ട് ഓഫ് ദ സെയിം കോൺഫിഗറേഷൻ. അടുത്തതെന്ന് പറയുന്നത് ലോ സിമിലാരിറ്റി അല്ലെങ്കിൽ സാമ്യതാ നിയമമാണ്. അപ്പോൾ അതിൽ ഒരേ രൂപസാദൃശ്യമുള്ളവയെ നമ്മൾ കൂട്ടങ്ങളായിട്ട് കാണുന്നു. ഇപ്പോൾ വൃത്തം, 3 വൃത്തങ്ങളാണ് എടുത്തിരിക്കുന്നത്, അതൊരു ഗ്രൂപ്പ്. ഇനി ത്രികോണമാണെങ്കിൽ അതൊരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ അതൊരു ഗ്രൂപ്പ്, അങ്ങനെ നമ്മൾ കാണുന്നു. അതിപ്പോൾ ഷേപ്പ് മാത്രമല്ല, ചിലപ്പോൾ സൈസ് ഒരുപോലെ ഉള്ളത് അല്ലെങ്കിൽ കളർ ഒരുപോലെ ഉള്ളത്, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ ഗ്രൂപ്പായിട്ട് കാണുന്നു. അതാണ് ലോ സിമിലാരിറ്റി. അടുത്തതെന്ന് പറയുന്നത് ലോ ഓഫ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ചാ നിയമമാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം ഓരോ സർക്കിൾസ് ആണ് അല്ലേ, അല്ലെങ്കിൽ കോൺസെൻട്രിക് സർക്കിൾസ് ആണ്, അല്ലെങ്കിൽ ഏകകേന്ദ്ര വൃത്തങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരു സ്പൈറലായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിനിഷ്ടം. മനസ്സിലായ ഒരു കണ്ടിന്യൂറ്റിയുടെ രീതിയിലാണ് നമ്മളിത് കാണുന്നത്. ഈ പിക്ചർ നോക്കിയേ, ഈ പിക്ചറിൻ്റെ അകത്ത് 2 ആംഗിൾസ് തമ്മിൽ മീറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണോ നമുക്ക് തോന്നുന്നത്? അല്ല, 2 ക്രോസിങ് ലൈൻസ് ആയിട്ടാണല്ലേ തോന്നുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കാണുന്നതാണ് തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. അടുത്തത് ലോ ഓഫ് ക്ലോഷ്യർ ആണ്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന പിക്ചർ ഓരോന്നും നമുക്ക് തോന്നുന്നത് എന്തായിട്ടാണ്, സ്ക്വയറും വൃത്തവും ത്രികോണവും ഒക്കെ ആയിട്ടാണ് അല്ലേ. പക്ഷെ അതിനൊക്കെ ഓരോ വിടവുകളില്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിനൊരു കഴിവുണ്ട്, ഈ വിടവുകളൊക്കെ നികത്തി അതിനൊരു പൂർണ്ണ ചിത്രമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതാണ് ലോ ഓഫ് ക്ലോഷ്യർ. നെക്സ്റ്റ് എന്താണ്, ലോ ഓഫ് ഫിഗർ ആൻഡ് ഗ്രൗണ്ട് അല്ലെങ്കിൽ രൂപ പശ്ചാത്തല നിയമമാണ്. ഒരു വസ്തുവിനെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വിഭജിച്ചറിയുന്നു, പശ്ചാത്തലത്തിനനുസരിച്ച് ഭിന്ന ദൃശ്യങ്ങൾ കാണുന്നു. അതായത് ഈ ഒരു പിക്ചർ പലരും പല രീതിയിലാണ് കാണുന്നത്. ചിലർ കാണുന്നതെന്ന് വെച്ചാൽ ഈ 2 ഫേസുകൾ തമ്മിൽ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നതായിട്ട് കാണാം. ചില ആൾക്കാർ കാണുന്ന ഈ ഫ്ലവർ വേസ് ആയിരിക്കും നടുക്കത്ത്. അപ്പോൾ ഇതാണ് രൂപ പശ്ചാത്തല നിയമത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള 5 സ്റ്റേജസിനെ കുറിച്ചാണ്. നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പോവാം. ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് ജനിച്ചിടം തൊട്ട് ഒരു 1-1.5 വയസ്സ് വരെയുള്ള സമയമാണ്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് വായിക്കാണ്, കുട്ടിയുടെ മൗത്തിനാണ്. കാരണം ആ ഒരു സമയത്ത് അവർക്ക് കൂടുതൽ പ്ലഷർ കിട്ടുന്നത് വായിലൂടെയാണ് അല്ലേ. ബ്രസ്റ്റ് ഫീഡിങ് ആയിക്കോട്ടെ, ചില കുട്ടികൾ കൈയൊക്കെ ഉറിഞ്ഞെന്ന് കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ അല്ലെ ബോട്ടിൽ ഫീഡിങ്, എല്ലാം വായിലൂടെയാണ് അവർക്ക് പ്ലഷർ കിട്ടുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് ഇതാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് ഏനൽ സ്റ്റേജ് ആണ്. ഇവിടെ എന്താണ്, 2 തൊട്ട് 3 വയസ്സ് വരെയുള്ള സമയത്താണ് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് പരിശീലിപ്പിക്കുന്നത്. അതാണ് ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ ഫോളിക് സ്റ്റേജ് ആണ്. ഇവിടെ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ 3 തൊട്ട് 6 വയസ്സ് വരെയുള്ള സമയമാണ്. ഇവിടെയാണ് ആൺകുട്ടികൾക്ക് അമ്മയോടും പെൺകുട്ടികൾക്ക് അച്ഛനോടും ഒരു സെക്ഷലി അട്രാക്ഷൻ ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇലക്ട്ര കോംപ്ലക്സും ഈഡിപ്പസ് കോംപ്ലക്സും ഒക്കെ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ലാറ്റൻസി സ്റ്റേജ് ആണ്. അതായത് 6 തൊട്ട് പ്യൂബർട്ടി വരെയുള്ള പീരീഡ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സെക്സ് തമ്മിൽ എപ്പോഴും അടിയായിരിക്കും, പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ എപ്പോഴും അടിയായിരിക്കും. ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുമായിട്ട് കൂട്ടുകൂടാനും ആൺകുട്ടികൾക്ക് ആൺകുട്ടികളുമായിട്ട് കൂട്ടുകൂടാനും ആയിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. അതാണ് ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത. അടുത്ത ലാസ്റ്റ് സ്റ്റേജ് ജെനിറ്റൽ സ്റ്റേജ് ആണ്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് അഡോളസൻസ് മുതൽ അഡൽട്ട്ഹുഡ് വരെയുള്ള സ്റ്റേജ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും അട്രാക്ഷൻ തോന്നുന്ന സ്റ്റേജ് ആണ്. അതായത് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ ഇതൊക്കെ വരുന്ന സ്റ്റേജ് ഏതാണ്, ജെനിറ്റൽ സ്റ്റേജ് ആണ്. അടുത്ത ടീച്ചിങ് എയ്ഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് എന്തായാലും ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രൊജക്റ്റ് എയ്ഡ് എന്നും നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് എന്നും ആക്ടിവിറ്റി എയ്ഡ് എന്നും പറഞ്ഞ് നമ്മൾ ടീച്ചിങ് എയ്ഡിനെ 3 തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രൊജക്റ്റ് എയ്ഡിൽ വരുന്നതാണ് ഫിലിം ആൻഡ് ഫിലിം പ്രൊജക്ടർ, ഫിലിം സ്ട്രിപ്സ് ആൻഡ് ഫിലിം സ്ട്രിപ്പ് പ്രൊജക്ടർ, സ്ലൈഡ്സ് ആൻഡ് സ്ലൈഡ് പ്രൊജക്ടർ, എപ്പിസ്കോപ്പ് ആൻഡ് എപ്പിഡയാസ്കോപ്പ്, OHP ടെലിവിഷൻ, LCD പ്രൊജക്ടർ, DPL പ്രൊജക്ടർ. അടുത്തത് ഗ്രാഫിക് എയ്ഡ് ആണ്. ഗ്രാഫിക് എയ്ഡ് എന്ന് പറയുന്നത് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ആണ്. അപ്പോൾ അത് ഗ്രാഫ് വരും, ഡയഗ്രാംസ് വരും, പോസ്റ്റേഴ്സ്, മാപ്പ്, കാർട്ടൂൺ, കൊമിക്സ്, ഫ്ലാഷ് കാർഡ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ്, ചാർട്ട്, ടൈം ലൈൻ, ഇതെല്ലാം പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള എല്ലാം ഗ്രാഫിക് എയ്ഡുകളാണ്. ഗ്രാഫിക് എയ്ഡ് എന്ന് പറയുന്നത് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. ഇനി ഡിസ്പ്ലേ ബോർഡിന് എക്സാമ്പിൾസ് ആണ് ബ്ലാക്ക് ബോർഡ്, റോൾ അപ്പ് ബോർഡ്, പെഗ് ബോർഡ്,
ഹൂക്ക് ആൻഡ് ലൂപ്പ് ബോർഡ്, ഫ്ലെനൽ ബോർഡ്, മാഗ്നറ്റിക് ബോർഡ്, പ്ലാസ്റ്റിഗ്രാഫ് ബോർഡ്, ബുള്ളറ്റിൻ ബോർഡ്, മാർക്കർ ബോർഡ്. അടുത്ത നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ആണ് 3D എയ്ഡ്. മോഡൽസ്, ഒബ്ജക്ട്സ്, സ്പെസിമെൻ, ഡയോറമ, പപ്പറ്റ്സ്, ഗ്ലോബ്സ് ഇതെല്ലാം 3D എയ്ഡിന് എക്സാമ്പിൾസ് ആണ്. ഇതിലും പലതും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ആണ് ഓഡിയോ എയ്ഡ്. അതിന് എക്സാമ്പിൾ എന്താണ്? റേഡിയോ, ടേപ്പ് റെക്കോർഡർ, പബ്ലിക് അഡ്രസ് സിസ്റ്റം ഒക്കെ ഓഡിയോ എയ്ഡിന് എക്സാമ്പിൾസ് ആണ്. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി എയ്ഡ് ആണ്. ഫീൽഡ് ട്രിപ്പ്, എക്സ്കർഷൻസ്, എക്സിബിഷൻ, ഡെമോൺസ്ട്രേഷൻ, ഡ്രാമാറ്റൈസേഷൻ, അതുപോലെ തന്നെ മ്യൂസിയം, പ്ലാനറ്റേറിയം, അക്വേറിയം, ടെറേറിയം, വിവേറിയം, ടീച്ചിങ് മെഷീൻ, പ്രോഗ്രാംഡ് ലേണിംഗ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ഇതൊക്കെ എന്ന് പറയുന്നത് ആക്ടിവിറ്റി എയ്ഡിന് എക്സാമ്പിൾസ് ആണ്. അക്കോർഡിംഗ് ടു ബ്രൂണ തിയറി ഓഫ് ലേണിംഗ് there are dash modes of representation. നമുക്കറിയാം 3 മോഡ്സ് ആണ് അല്ലേ? എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. അപ്പോൾ 3 ആണ് ആൻസർ. എനാക്റ്റീവ് സ്റ്റേജ് 0 to 1 ആണ്, ഐക്കണിക് സ്റ്റേജ് 1 to 6 ആണ്, സിംബോളിക് സ്റ്റേജ് 7+ ആണ്. ഇനി ചോദിക്കാം ലേൺ ത്രൂ മൂവ്മെൻറ്റ്സ്. ലേൺ ത്രൂ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഏത് സ്റ്റേജ് ആണ്? പ്രവൃത്തിയിലൂടെ കുട്ടി പഠിക്കുകയാണ്, ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്. പ്രവൃത്തി എന്ന് പറയുന്ന ഒരു എക്സാമ്പിളൂടെ പറഞ്ഞാൽ, ഞാൻ കുട്ടിക്ക് ഒരു നന്നായിട്ട് നമ്മളെല്ലാം ഞെക്കുമ്പം സൗണ്ട് കേൾക്കുന്ന പാവയുണ്ടല്ലോ, അത് കൊടുത്തെന്ന് വിചാരിക്കുക. കുട്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എറിഞ്ഞും എടുത്തും കളിക്കുന്ന എപ്പോഴോ ഒരു സമയത്ത് അവനിങ്ങനെ ഞെക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കീ കേട്ടു എന്ന് വിചാരിക്കുക. പിന്നീട് കുട്ടിക്ക് മനസ്സിലായല്ലേ അങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സൗണ്ട് കേൾക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ അതെന്താണ്? അവൻ പ്രവൃത്തിയിലൂടെ പഠിച്ചതാണ്, ആരും പറഞ്ഞു കൊടുത്തല്ല, അവൻ പ്രവൃത്തിയിലൂടെ പഠിച്ചതാണ്. അപ്പോൾ അതാണ് ഇനാക്റ്റീവ് സ്റ്റേജ്. അടുത്തത് ചിത്രങ്ങളിലൂടെ കുട്ടി പഠിക്കുന്നത് ഐക്കണിക് സ്റ്റേജ് ആണ്. ഒരു 4-5 വയസ്സുള്ള കുട്ടിക്ക് ഒരു പുസ്തകം കൊടുത്തവൻ ചിത്രങ്ങളിലൂടെയാണ് അല്ലേ പഠിക്കുന്നത്. ഇനി ലേൺ ത്രൂ അബ്സ്ട്രാക്ട് സിമ്പിൾസ്, ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജ് ആണ്? സിംബോളിക് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ 3rd സ്റ്റേജ് ആണെന്ന് പറയാം. ഇനി വിച്ച് കാറ്റഗറീസ് ലാംഗ്വേജ് ബേസ്ഡ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സിംബോളിക് സ്റ്റേജ് ആണ് നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ദ ഫസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് ഇൻ ബ്രൂണേഴ്സ് തിയറി. ബ്രൂണറിൻ്റെ തിയറിയുടെ ഫസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്കുള്ള മുന്നറിവാണ്, അല്ലെങ്കിൽ പ്രീവിയസ് നോളേജ് ആണ്, പ്രയർ നോളേജ്. അടുത്തത് വിച്ച് കാറ്റഗറീസ് ഇമേജ് ബേസ്ഡ്? ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ളത് ഐക്കണിക് ആണ്. അതുപോലെ തന്നെ പിയാഷയുടെ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? സെൻസറി മോട്ടോ സ്റ്റേജ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ബ്രൂണറിൻ്റെ സ്റ്റേജ് ഏതെന്ന് ചോദിച്ചാൽ ബ്രൂണറിൻ്റെ ഫസ്റ്റ് സ്റ്റേജായ ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ സ്പൈറൽ കരിക്കുലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ബ്രൂണറാണ്. ഇനി അടുത്തത് എലമെൻറ്റ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണ്. എഴുതി വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ ടോറൻസ് പറഞ്ഞ 4 എലമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? ഇത് LPSC UPSC എക്സാമിനൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഇലാബറേഷൻ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേജസ് ഇൻ ക്രിയേറ്റീവ് പ്രോസസ്സ്. ഫസ്റ്റ് സ്റ്റേജ് പ്രിപ്പറേഷൻ ആണ്, സെക്കൻഡ് സ്റ്റേജ് ഇൻക്യുബേഷൻ, 3rd ഇലൂമിനേഷൻ, 4th വെരിഫിക്കേഷൻ. ഈ സ്റ്റേജ് ഇങ്ങനെ തന്നെ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചേക്കുക, ഓർഡറിലാക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്, സെക്കൻഡ് സ്റ്റേജ് ഏതാണ്, 3rd സ്റ്റേജ് ഏതാണ്, അങ്ങനെയും ചോദിക്കാം. ഇനി നമ്മൾ പറയുന്നത് ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യാനുള്ള ടെസ്റ്റുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. മലയാളത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഉപയോഗിച്ച് ക്രിയേറ്റിവിറ്റി അളക്കാന്നുള്ളത്. അപ്പോൾ ഇതാണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ മാനകീകൃത ശോധകങ്ങളെന്ന് പറയും. ഒന്നാമത്തേത് മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, സെക്കൻഡ് ഗിൽഫോർഡ് ഡൈവേർജൻ തിങ്കിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, വല്ലാഷ് ആൻഡ് കോഗൻ ക്രിയേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്, ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ആ 3ഉം 4ഉം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ബേക്കർ മേത്തീസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. കോൺസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ LKG UKGയിൽ എന്താ പഠിക്കുന്നത്? ABCD പഠിക്കും അല്ലേ, അതവിടെ തീർന്നു. അടുത്ത ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ വീണ്ടും ABCD പഠിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല, നമ്മൾ വേർഡ്സ് പഠിക്കും. അടുത്ത ക്ലാസ്സിൽ ചെല്ലുമ്പോഴോ സെൻറ്റൻസ് പഠിക്കും. പിന്നെ അടുത്ത ക്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്, ഒരു പാരഗ്രാഫ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും അല്ലേ. അപ്പോൾ എന്താണ്, ജനറൽ ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിക്കും, സ്പെസിഫിക് ആയിട്ടുള്ളത് ഹയർ ക്ലാസ്സിൽ പഠിക്കും. എന്നാൽ ഈ ജനറലും സ്പെസിഫിക്കും തമ്മിൽ ഒരു ലിങ്കേജ് ഇല്ല. കാര്യം എന്താണ്, നമ്മൾ ലോവർ ക്ലാസ്സിൽ ABCD പഠിച്ചുവെങ്കിൽ അത് അവിടെ കഴിഞ്ഞു. പിന്നെ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മൾ പഠിക്കുന്നത് വേർഡ്സ് ആണ്, അതവിടെ കഴിഞ്ഞു. പിന്നെ അടുത്ത വർഷം നമ്മൾ പഠിക്കുന്നത് സെന്റൻസ് ആണ്, അതവിടെ കഴിഞ്ഞു. അപ്പോൾ ഇത് തമ്മിൽ ലിങ്കേജ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എന്ത് പറയാം, നമുക്ക് ജനറൽ ടു പർട്ടിക്കുലർ ആണ്, നോൺ ടു അൺനോൺ ആണ്, സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്, ഈസി ടു ഡിഫിക്കൽട്ട് ആണ്. ഇത്രയും കാര്യങ്ങൾ കോൺസെൻട്രിക്കിനെ കുറിച്ചൊന്ന് അറിഞ്ഞു വെച്ചേക്കുക.
ഇനി സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്? ഇതിനൊരു ലിങ്കേജ് ഉണ്ട്. നമ്മൾ സ്പൈറൽ ബൈൻഡിങ് കണ്ടിട്ടില്ലേ? അതുമാതിരി എന്താണ്, ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് അല്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കും, ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പഠിക്കും. അത് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ ഒരു ലിങ്കേജ് ഉണ്ട്, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. സ്പൈറൽ കരിക്കുലം ആരുടെയാണ്? ബ്രൂണറിൻ്റെയാണ്. ചാക്രിക ആരോഹണമെന്നും കൂടെ മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ സർപ്പിള പാഠ്യപദ്ധതി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവന്നത് ബ്രൂണറാണ്. എഡ്യൂക്കേഷൻ്റെ 4 പില്ലേഴ്സ് എന്തൊക്കെയാണ്? ലേണിംഗ് ടു ഡു, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു. ലേണിംഗ് ടു നോ, എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു. ലേണിംഗ് ടു ലിവ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു. ലേണിംഗ് ടു ബി, എന്തെങ്കിലുമൊക്കെ ആകാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു. ഇനി നമ്മളോട് ചോദിക്കുന്നതാണ് കരിക്കുലം കൺസ്ട്രക്ഷൻ്റെ പ്രിൻസിപ്പിൾസ്. അപ്പോൾ 10 പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് പഠിച്ചേക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെൻറ്റേർഡ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ശിശു കേന്ദ്രീകൃത തത്വം, അതായത് കുട്ടികൾക്കാണ് അവിടെ ആക്റ്റീവ് റോള്. പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി സെൻറ്റേർഡ്നെസ്, പ്രിൻസിപ്പിൾ ഓഫ് ക്രിയേറ്റിവിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഫോർവേഡ് ലുക്കിംഗ്, അത് ചോദിച്ചിട്ടുള്ളതാണ് മുമ്പ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി സെൻറ്റേർഡ്നെസ്, പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല, ഇത്രയും പ്രിൻസിപ്പിൾസ് പഠിച്ചു വെച്ചേക്കാം. മൈക്രോ ടീച്ചിങ് കൊണ്ടുവന്നത് ഡബ്ല്യു അലൻ ആണ്. മൈക്രോ ടീച്ചിങ് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ, നമ്മൾ BEdന് പഠിച്ച സമയത്ത് നമ്മൾ BEd ട്രെയിനീസ് തന്നെ ടീച്ചറായിട്ട് ആക്ട് ചെയ്യുന്നു. നമ്മളെ കൂടെയുള്ള കൂട്ടുകാർ, നമ്മളെ കൂടെ പഠിക്കുന്ന BEdന് പഠിക്കുന്ന കൂട്ടുകാർ തന്നെയാണ് കുട്ടികളെ പോലെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു എത്ര കുട്ടികൾ കാണും, എത്ര പേര് കാണും, അത് നമ്മുടെ ഒരു ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് 6, 7, 8 മാക്സിമം 10 പിള്ളേർ വരെ കാണും. അതുപോലെ തന്നെ ഒരു 5 or 10 മിനിറ്റാണ് നമ്മൾ ആ ഒരു ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അവിടെ 45 മിനിറ്റാണ് കുട്ടികൾക്ക് മുമ്പിൽ ചിലവഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ക്ലാസ് റൂമിൽ ഒരുപാട് സ്കിൽസ് നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലേ? ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്കിൽസ് ഉണ്ട്, ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് സ്കില്ലുണ്ട്, എക്സ്പ്ലനേഷൻ സ്കില്ലുണ്ട്, കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനിങ് സ്കില്ലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മളിവിടെ, ഏതെങ്കിലും ഒരു സ്കില്ലാണ്, സിംഗിൾ സ്കില്ലാണ് കേട്ടോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സ്കെയിൽ ഡൗൺ സാമ്പിൾ ഓഫ് ടീച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ എല്ലാം കുറവാണ്. ഇവിടെ നമ്മൾ കേൾക്കാനിരിക്കുന്ന ആൾക്കാർ കുറവാണ്, അതുപോലെ നമ്മൾ എടുക്കുന്ന ഡ്യൂറേഷൻ ടൈം കുറവാണ്, എല്ലാം കുറവാണ്. അതുകൊണ്ട് ഇതൊരു സ്കെയിൽ ഡൗൺ പ്രോസസ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ടീച്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത് പ്രോസസ്സ് എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നു, അത് കുട്ടികൾക്ക് മുമ്പിൽ ടീച്ച് ചെയ്യുന്നു. അതിന് ശേഷം അവർ നമുക്ക് ഫീഡ്ബാക്ക് തരും അല്ലേ? പോസിറ്റീവ് നെഗറ്റീവും ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടാവും. അതിൽ നെഗറ്റീവ് ഫീഡ്ബാക്കൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഇത് തന്നെ ഒന്നുകൂടെ ഒന്ന് ടീച്ച് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഇതെന്ത് ചെയ്യുന്നു, വീണ്ടും നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അടുത്തത് ആക്ഷൻ റിസർച്ച് അല്ലെങ്കിൽ ക്രിയാഗവേഷണമാണ്. ആക്ഷൻ റിസർച്ച് കൊണ്ടുവരുന്നത് സ്റ്റീഫൻ എം കോറിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ആക്ഷൻ റിസർച്ചിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാം, അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സ് നേരിടുന്ന പ്രോബ്ലംസ് ആണ്. നമുക്ക് ക്ലാസ്സിൽ കുട്ടികളോട് പറയാണ് ഹോംവർക്ക് നാളെ വരുമ്പോൾ ഇത് ചെയ്തുകൊണ്ട് വാ, കുറേ കുട്ടികൾ എന്ത് ചെയ്യും, ചെയ്യാതെ വരും അല്ലേ? അതുപോലെ പാരൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കുറേ കുട്ടികൾ ചെയ്യത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ ബിരുദന്മാരുണ്ടല്ലേ? അതുപോലെ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത്, ഒരു എക്സ്പെരിമെൻ്റ് കാണിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുകയാണ് കുറേ കുട്ടികൾക്കൊന്നും ഒബ്സർവേഷൻ സ്കില്ലില്ല. അതൊക്കെ ടീച്ചർ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളാണ്. ഇത് പരിഹരിക്കാനുള്ള രീതിയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കും. എന്തുകൊണ്ടാണ് കുട്ടി ഹോംവർക്ക് ചെയ്യാത്തത്, എന്താണ് കാര്യം എന്നതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിച്ച് അത് പരിഹരിക്കുന്ന രീതിയാണ് ആക്ഷൻ റിസർച്ച്. ക്ലിയർ ആയല്ലോ? അപ്പോൾ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് ആക്ഷൻ റിസർച്ചാണ്. ആദ്യത്തേത് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണ്. ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫ് എടുത്ത് കുറേ സ്റ്റഡി ലീവൊക്കെ കഴിഞ്ഞ് എങ്ങോട്ട് പോകുന്നു, എക്സാം ഹോളിലോട്ട് പോകുന്നു. അപ്പോൾ അതെന്താണ്, അവിടെ ഫോക്കസ് ചെയ്യുന്നത് കുട്ടി എന്തുമാത്രം പഠിച്ചു, അവൻ്റെ സ്കിൽ അക്വിസിഷൻ, അതുപോലെ അക്കാദമിക് അച്ചീവ്മെൻറ്റ്, ഇതിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സമ്മേറ്റീവ് ഇവാലുവേഷനും ടേം ആൻഡ് അസസ്മെൻറ്റും ഒക്കെ അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിന് എക്സാമ്പിളാണ്, ചോദിച്ചിട്ടുള്ളതാണേ. അടുത്തത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ്. നമ്മൾ ഓഫ് ലേണിംഗ് സമ്മേറ്റീവ് എന്ന് പറഞ്ഞു, ഫോർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കത്തുമല്ലോ, എന്താണ് ഫോർമേറ്റീവ് ആണ്.
അപ്പോൾ ഇതൊരു ഓൺ ഗോയിങ് അസസ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് സ്ട്രെങ്ത് വീക്ക്നെസ്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിൽ വരിക, എഫക്റ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നു, അതുപോലെ സെൽഫ് അസസ്മെൻറ്റും പിയർ അസസ്മെൻറ്റിനെയൊക്കെ എൻകറേജ് ചെയ്യുന്നു. അതുപോലെ ഇത് എക്സാമ്പിൾ എന്താണ്, ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞായിരുന്നു അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്വയം അസസ്മെൻ്റ് ആണ് അല്ലേ, സെൽഫ് അസസ്മെൻ്റ് ആണ്. മുമ്പ് ചോദിച്ചാണ് വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്ലാസ് റൂം ഒബ്സർവേഷൻ ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് ആൻഡ് ഫീഡ്ബാക്ക് ഓഫ് ദ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഏതാണ് ക്ലാസ് റൂം ഒബ്സർവേഷനും ഡിസ്കഷനും ഫീഡ്ബാക്കും ഒക്കെ വരുന്നത് ഫോർമേറ്റീവ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഏതാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ്. ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, അബ്സല്യൂട്ട് ഗ്രേഡിങ്ങും റിലേറ്റീവ് ഗ്രേഡിങ്ങും. അപ്പോൾ അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന റേഞ്ചിന് ഇടയിലുള്ള കുട്ടികൾക്ക് ഇന്ന ഗ്രേഡ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ SSLC എക്സാമിനൊക്കെ കൊടുക്കില്ലേ അതുപോലെ. അപ്പോൾ അത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഗ്രേഡിംഗ്, അത് ഇതിൻ്റെ അകത്ത് വരുന്നതാണ്, അബ്സല്യൂട്ട് ഗ്രേഡിങ്ങിന് എക്സാമ്പിളാണ്. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഒരു ക്രൈറ്റീരിയ അല്ലേ, ഒരു ഫിക്സഡ് ആയിട്ടൊരു ക്രൈറ്റീരിയ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും എക്സാം നടത്തുന്നതും അതിനനുസരിച്ച് ആ ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ഗ്രേഡ് കൊടുക്കുന്നത്. അപ്പോൾ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഗ്രേഡിങ്ങിന് എക്സാമ്പിളാണ്, അതും ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ഒരു ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് റിലേറ്റീവ് ഗ്രേഡിംഗ്. ഓർത്തോണം, ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങിൽ വരുന്നതാണ് അബ്സല്യൂട്ട് ഗ്രേഡിങ്ങും റിലേറ്റീവ് ഗ്രേഡിങ്ങും. അപ്പോൾ റിലേറ്റീവ് ഗ്രേഡിങ്ങിൽ എന്താ ചെയ്യുന്നത്, ടീച്ചർ ടു ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട്സ് ഓഫ് ആൻ ഇവാലുവേഷൻ ആൻഡ് ഡിസൈഡിങ് ആൻഡ് അസൈനിങ് ഗ്രേഡ്സ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് പെർഫോമൻസ് ആസ് കമ്പയർഡ് ടു ദ അതേഴ്സ് ഇൻ ദ ക്ലാസ്. മറ്റ് കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്ത ശേഷം ഗ്രേഡ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്ത ശേഷം ഗ്രേഡ് കൊടുക്കുന്ന സിസ്റ്റം ഏതാണ്, റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ ടോപ്പ് മാർക്ക് വാങ്ങിക്കുന്ന 10 കുട്ടികളെ എടുക്കും, അവർക്ക് A ഗ്രേഡ് കൊടുക്കും. അതിൽ താഴെ വരുന്ന 25 കുട്ടികളെ എടുത്തിട്ട് B ഗ്രേഡ് കൊടുക്കും. അതിൽ താഴെ മാർക്ക് വാങ്ങിക്കുന്ന 30 കുട്ടികളെ എടുക്കും, അവർക്ക് C ഗ്രേഡ് കൊടുക്കും. അതിൽ താഴെ വരുന്ന 25 കുട്ടികൾക്ക് D ഗ്രേഡ് കൊടുക്കും. ഇനി പരാജയപ്പെട്ട കുട്ടികൾക്ക് F ഗ്രേഡ് കൊടുക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി. ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. ഈ ഭാഗത്തു നിന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പോൾ കാറ്റഗറി 1 ആയാലും 2 ആയാലും 3 ആയാലും 4 ആയാലും ഈ ഭാഗത്തു നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 4 ഓപ്ഷൻസ് തന്നിട്ട് താഴെ പറയുന്നതിൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിളിൽ പെടുന്നത് ഏത് പെടാത്തത് ഏത്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെറിഡിറ്റിയുടെയും എൻവിയോൺമെൻറ്റിൻ്റെയും പ്രോഡക്റ്റാണെന്ന് പറയാം. D=H×E. അതായത് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് പാരമ്പര്യത്തെയും ചുറ്റുപാടിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഇനി അടുത്തത് ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഫ്രം ഒന്നെങ്കിൽ ഹെഡ് ടു ടോ ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ടു പെരിഫറി ആണ്. അത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, സെഫലോകോഡലും പ്രോക്സിമോ ഡിസ്റ്റലും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് രണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം സെഫലോകോഡൽ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ തല മുതൽ ഇങ്ങോട്ടേക്ക് പാദത്തിലോട്ട് പോകുന്ന ആ ഒരു വികാസമാണ് നമ്മൾ എന്ത് പറയുന്നത്, സെഫലോകോഡൽ നിയമം എന്ന് പറയുന്നത്. എന്നാൽ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നത് കുട്ടിയുടെ കേന്ദ്രഭാഗം അല്ലെങ്കിൽ ഈ ഒരു സെൻട്രൽ ഭാഗത്തു നിന്ന് തുടങ്ങി അഗ്രത്തിലോട്ട്, ഈ കയ്യിലോട്ടൊക്കെ പോകുമല്ലോ, അഗ്രത്തിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ പ്രോക്സിമോ ഡിസ്റ്റൽ നിയമം എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഫോളോസ് എ ഫിക്സഡ് പാറ്റേൺ ഓഫ് സീക്വൻസ്. അതായത് വികസനം എന്ന് പറയുന്നത് ക്രമമായ ഒരു മുറയ്ക്കനുസരിച്ചിട്ടാണ് നടക്കുന്നത്. ജനിച്ച് വീഴുന്ന കുട്ടി ആദ്യം എഴുന്നേറ്റ് ഓടുവോ? ഇല്ല. അത് പയ്യെ എന്ത് ചെയ്യും, ഒന്ന് കമന്ന് വീഴും, അതിന് ശേഷം ഒന്ന് പയ്യെ എഴയാൻ തുടങ്ങും, അതിന് ശേഷം ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അതിന് ശേഷമാണ് നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു ഫിക്സഡ് പാറ്റേൺ ആണല്ലേ, ഒരു ക്രമമായ ഒരു മുറയ്ക്ക് നടക്കുന്ന സംഭവമാണ്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സ്. അതായത് വ്യക്തി വ്യത്യാസം ഉണ്ടാവും അല്ലേ, ഡെവലപ്മെൻറ്റിൻ്റെ റേറ്റ് എല്ലാ വ്യക്തികളിലും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഒരു ക്ലാസ്സിലാണ്, 7ാം ക്ലാസ്സിലാണ്, കുട്ടികളുടെ പ്രായവും എല്ലാം ഒന്നാണ്, പക്ഷേ അവരുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റും അതുപോലെ സോഷ്യൽ ഡെവലപ്മെൻറ്റും എല്ലാം എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. അടുത്തത് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഇതൊക്കെ തിരിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്പെസിഫിക് ടു ജനറൽ ആണ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ട് തെറ്റായിട്ടുള്ളത് കണ്ടെത്തുക, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം പഠിച്ചോണം കേട്ടോ, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഈ പോയിൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ചോദിച്ചിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ജനറൽ ടു സ്പെസിഫിക് ആണല്ലേ, അതായത്
സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മതയിലേക്ക് കടക്കുക എന്ന് പറയാം. കുഞ്ഞു വാവകളെ ചിരിക്കുന്ന സമയത്ത്, കരയുന്ന സമയത്തൊക്കെ അവരുടെ ദേഹം മൊത്തം ചലിപ്പിച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആനന്ദം പ്രകടമാക്കുന്നത് അല്ലേ. എന്നാൽ കുറച്ച് വലുതായി കഴിയുമ്പോൾ കുട്ടിക്ക് സന്തോഷം വരുമ്പോൾ ദേഹം മൊത്തം ചലിപ്പിക്കുകയില്ല, അവനറിയാം, അതൊരു ചിരിയിൽ അവൻ ഒതുക്കും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ജനറൽ ടു സ്പെസിഫിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ റിലേഷൻഷിപ്പാണ്. അതായത് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ആണ് പറയുന്നത്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, മോറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുവാണ് അല്ലേ. ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ഇൻ്റർ റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് പ്രെഡിക്റ്റബിലിറ്റി, നമുക്ക് ഡെവലപ്മെൻറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രവചിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ കുഞ്ഞുനാളിലെ അവൻ്റെ വികസനവും അല്ലെങ്കിൽ അവൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് കണ്ടാൽ അവൻ്റെ ഫ്യൂച്ചറിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെ ആയിരിക്കുമെന്ന് ടീച്ചേഴ്സിനായാലും പാരൻസിനായാലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നത് മെച്ചുറേഷൻ്റെയും ലേണിങ്ങിൻ്റെയും പ്രോഡക്റ്റാണെന്ന് പറയാം. ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. നെക്സ്റ്റ് എന്താണ്, ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ് ആൻഡ് പോസിറ്റീവ്. അതായത് വികസനം എന്ന് പറയുന്നത് സഞ്ചിത സ്വഭാവത്തോടു കൂടിയുള്ളതാണ്. കുട്ടിയുടെ ഓരോ ഘട്ടത്തിലും ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നത് തുടർന്നുള്ള വികസനത്തിന് എന്തായിരിക്കും, അടിസ്ഥാനമായിരിക്കും. അപ്പോൾ കുട്ടി ഓരോരോ കാര്യങ്ങൾ രുചിച്ചറിയുന്നു, തൊട്ടറിയുന്നു, കാണുന്നു, ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യുകയാണ്, കൂട്ടി കൊണ്ടുവരികയാണ്. ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അല്ലേ, കൂട്ടി കൊണ്ടുവരുന്നത് പിന്നീടുള്ള അവൻ്റെ വളർച്ചയ്ക്ക് ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടിസ്ഥാനമാവുന്നത്. പിന്നാണ് അവൻ ഓരോ പ്രോബ്ലം സോൾവിങ്ങും അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഫോർമേഷനിലോട്ടൊക്കെ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം അല്ലേ. അപ്പോൾ ഓരോ ഘട്ടത്തിലും എന്താണ് അവനുണ്ടാവുന്ന വികസനം എന്ന് പറയുന്നത് പിന്നീടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനമായിട്ട് തീരുന്നു. അതുകൊണ്ടാണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് സഞ്ചിത സ്വഭാവത്തോട് കൂടിയുള്ളതാണ്, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ലീനിയർ ആയിട്ട് പോകുന്നതല്ല, എങ്ങനെയായിരിക്കും, സ്പൈറലായിട്ടായിരിക്കും പോകുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെൻഡർ ബയാസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ഇക്വാലിറ്റി, ഇക്വിറ്റി, ഐഡൻറ്റിറ്റി, റോൾസ് ഒക്കെയാണ് കേട്ടോ. ആദ്യത്തേത് ജെൻഡർ ബയാസ് ആണ്. റെഫേഴ്സ് ടു എ പ്രിഫറൻസ് ഫോർ വൺ ജെൻഡർ ഓവർ അനദർ. അതായത് നമ്മൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ആൺകുട്ടികളെ അപേക്ഷിച്ച് ചിലപ്പോൾ പെൺകുട്ടികൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ സ്റ്റേജിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ പറയും ആദ്യം പെൺകുട്ടികൾ പോവും, അത് കഴിഞ്ഞിട്ട് ആൺകുട്ടികൾ പോയാൽ മതി. അപ്പോൾ 2 പേർക്കും പരിഗണനയുണ്ട്, പക്ഷേ ഇച്ചിരി കൂടുതൽ പെൺകുട്ടികൾക്ക് കൊടുത്തു. നമ്മുടെ വീട്ടിലും അതുപോലല്ലേ, 2 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മൂത്ത കുട്ടിയെ അപേക്ഷിച്ച് ഇളയ കുട്ടികളോട് കുറച്ച് പരിഗണന കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അത് മൂത്ത കുട്ടിയെ പരിഗണിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, കുറച്ച് പരിഗണന ഇളയ കുട്ടിക്ക് കൊടുത്തു, അത്രയേ ഉള്ളൂ. അതാണ് ജെൻഡർ ബയാസ്. അടുത്തത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. രണ്ടും തമ്മിൽ തിരിയരുത്. ജെൻഡർ ബയാസ് എന്ന് പറയുന്നത് അവിടെ 2 കൂട്ടർക്കും പരിഗണനയുണ്ട്, എന്നാൽ ഒരു ഇച്ചിരി കൂടുതൽ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ജെൻഡറിനായിരിക്കും. പക്ഷേ ഇവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ ഒരു ജെൻഡറിനെ തീർത്തും അവഗണിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ലിംഗ വിവേചനമാണ്. അവരോട് ഭയങ്കര ദേഷ്യം, അവർക്ക് ഒരു തരത്തിലുള്ള സ്ഥാനക്കയറ്റങ്ങളും കൊടുക്കില്ല, അങ്ങനെ തീർത്തും അവരെ അവഗണിക്കുന്നതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ നടക്കുന്നത്. ചില ഓഫീസുകളിലും കമ്പനികളിലും ഒക്കെ എങ്ങനെയാണ്, പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ സാലറി, അവർക്കായിരിക്കും സ്ഥാനക്കയറ്റം കൊടുക്കുന്നത്, അവരായിരിക്കും എല്ലാ ബിസിനസ് മീറ്റിങ്ങിനും ബാക്കി എല്ലാത്തിനും പോകുന്നത് അല്ലേ. ഈ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാലറി കുറവായിരിക്കും, അതുപോലെ അവർക്ക് സ്ഥാനക്കയറ്റങ്ങളൊന്നും കൊടുക്കില്ല, ഒരു മീറ്റിങ്ങിന് അവരെ പങ്കെടുപ്പിക്കുന്നതുമില്ല. അപ്പോൾ അവർ പെണ്ണുങ്ങളാണ് എന്നുള്ള രീതിയിൽ അവരെ അങ്ങ് അടിച്ചമർത്തപ്പെട്ട് കിടക്കുവാണ്. അപ്പോൾ ആ രീതിയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ജെൻഡർ പ്രജുഡൈസ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ലിംഗ മുൻവിധി. അതായത് നമ്മളൊരു പരസ്യം കണ്ടിട്ടില്ലേ, ധോണിയുടെ ബൂസ്റ്റിൻ്റെ പരസ്യമാണെന്ന് തോന്നുന്നു. ടെന്നീസ് കോർട്ട് ചെയ്യുന്നൊരു പെൺകുട്ടി ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് കുറേ ആൺകുട്ടികൾ വന്നിട്ട് പറയാണ് ടെന്നീസാണ് പെൺകുട്ടികളുടെ കളി, ഇത് ആൺകുട്ടികളുടെ കളിയാണ്, ക്രിക്കറ്റ് ആൺകുട്ടികളുടെ കളിയാണ്. അപ്പോൾ ആ പെൺകുട്ടി എന്താ പറയുന്നത്, ഗെയിമിൽ ആണെന്നും പെണ്ണെന്നും ഇല്ല, സ്റ്റാമിനയാണ് പ്രാധാന്യം. അങ്ങനെ ഒരു ഇതില്ലേ, അതങ്ങ് ആലോചിച്ചാൽ മതി. അപ്പോൾ ആൺകുട്ടികൾ എന്താണ് മുൻവിധിയോടെ പറഞ്ഞു അല്ലേ, പെൺകുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല, പെൺകുട്ടികളുടെ കളി ടെന്നീസാണ് എന്നുള്ളത് അവർ മുൻകൂട്ടി ഒരു നിഷേധാത്മക മനോഭാവമാണ് അവിടെ കണ്ടത്. അതാണ് ജെൻഡർ പ്രജുഡൈസ് എന്ന് പറയുന്നത്.
വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലാസ്സിൽ ഇപ്പോൾ സ്പോർട്സിന് താല്പര്യമുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞിട്ടൊരു നോട്ടീസ് വായിച്ചു. അപ്പോൾ കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും എഴുന്നേറ്റു. അപ്പോൾ ടീച്ചർ പറയണം, പെൺകുട്ടികളൊക്കെ അവിടെ ഇരുന്നേ, നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, നിങ്ങൾ പെൺകുട്ടികളാണ്, ആൺകുട്ടികൾക്ക് അതൊക്കെ പറ്റൂ എന്ന് പറയുവാണ്. അപ്പോൾ ടീച്ചർ കണ്ടിട്ടുള്ള പെൺകുട്ടികൾ ഇതുപോലെ സ്പോർട്സ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടാവില്ല എന്നും പറഞ്ഞ് എല്ലാവരെയും അങ്ങനെ വിധിക്കാൻ പാടുണ്ടോ? അല്ല. അപ്പോൾ അതാണ് ജെൻഡർ പ്രെജുഡൈസ് എന്ന് പറയുന്നത്. അടുത്തത് ജെൻഡർ റോൾസ് ആണ്. സമൂഹം നമ്മളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ആൺകുട്ടിയാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കണം, പെൺകുട്ടിയാണെങ്കിൽ അടുക്കള ജോലി ചെയ്യണം, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം, പുറത്തൂടെ പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പെരുമാറണം, നല്ല വസ്ത്രം ധരിക്കണം, അതുപോലെ തന്നെ കാലുമേ കാലും കയറ്റിയിരിക്കരുത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ സൊസൈറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. അടുത്ത ജെൻഡർ ഐഡൻറ്റിറ്റി ആണ്. ജെൻഡർ ഐഡൻറ്റിറ്റി ഇവിടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലല്ല, അവരവർക്ക് അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ. ചില പെൺകുട്ടികളൊക്കെ ഇല്ലേ, അവർക്ക് ടീഷർട്ടും അതുപോലെ ചെറിയ ഷോർട്ട്സും അതുപോലെ ജീൻസൊക്കെ ഇട്ട് നടക്കാനായിരിക്കും ആഗ്രഹം. മുടി നീട്ടി വളർത്താൻ ആഗ്രഹിക്കാത്ത പെൺകുട്ടികളുണ്ട്. പക്ഷെ അതൊന്നും സമൂഹം അങ്ങനെ പെട്ടെന്നൊന്നും അംഗീകരിച്ചെടുത്തില്ല. അതുപോലെ പുരുഷന്മാർ മുടിയൊക്കെ നീട്ടി വളർത്തി കരിയൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നടക്കുന്ന പുരുഷന്മാരെ കണ്ടിട്ടില്ലേ. അപ്പോൾ അതൊന്നും നമ്മുടെ സമൂഹം പെട്ടെന്ന് അംഗീകരിച്ചിരുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതൊക്കെയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലേ, ഒരു പുരുഷൻ്റെ ഉള്ളിൽ അവൻ പുരുഷൻ്റേതായിട്ടുള്ള രീതികളൊന്നുമല്ല, നെയിൽ പോളിഷ് അടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നു, പെൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നു, പെൺകുട്ടികളുടെ രീതിയിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് അവൻ്റെ ഒരു ഐഡൻറ്റിറ്റി അവൻ വെളിപ്പെടുന്നതും അതിലേക്ക് ചേഞ്ച് ആവുന്നതും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഈ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ പറയുന്നത്. അടുത്തത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പാണ്. അത് പൊതുവായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. ഒരാൾക്ക് അങ്ങനെ ആണെങ്കിൽ എല്ലാവർക്കും അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അതായത് നമ്മളിപ്പോൾ ഒരു ആൺകുട്ടിയുടെ ബർത്ത്ഡേക്ക് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരിക്കലും അവന് പിങ്ക് കളറുള്ള ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കത്തില്ല. മറിച്ച് പെൺകുട്ടിയുടെ ബർത്ത്ഡേക്കാണോ പോകുന്നതെങ്കിൽ നമ്മൾ പിങ്ക് കളറുള്ള ഡ്രസ്സാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പെൺകുട്ടികൾക്കുള്ളതാണ് പിങ്ക് കളറ്. അതങ്ങനെ ഒരു പൊതുവായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. നമ്മൾ കളിപ്പാട്ടം വാങ്ങിക്കുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് കാറ്, ട്രക്ക്, ലോറി, JCB അങ്ങനത്തെ ഉള്ള സംഭവങ്ങളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്, അല്ലാതെ പാവകളൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. പെൺകുട്ടികൾക്കാണെങ്കിലോ നമ്മൾ ബാർബി ഡോൾ പോലത്തുള്ള പാവകളാണ് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ പെണ്ണുങ്ങൾ അത് വെച്ചാണ് കളിക്കുന്നത്, ആൺകുട്ടികൾ ഇത് വെച്ചാണ് കളിക്കുന്നത്, അങ്ങനെയുള്ള ഒരു പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെ ബുള്ളറ്റ് പോലത്തുള്ള ബൈക്കുകളൊക്കെ ആൺകുട്ടികളാണ് ഓടിക്കേണ്ടത്, അത് ആൺകുട്ടികൾക്കുള്ളതാണ്, അതൊരിക്കലും പെൺകുട്ടി ഓടിക്കാൻ പാടില്ല, അത് പെൺകുട്ടിക്കുള്ളതല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിൽ വരുന്നതാണ്. അടുത്തത് ജെൻഡർ ഇക്വാലിറ്റി ആണ്. ഇക്വാലിറ്റി എന്ന് വെച്ചാൽ ആ പേര് പോലെ തന്നെ അല്ലേ, എല്ലാവരും ആൺകുട്ടികളും പെൺകുട്ടികളും ഈക്വലാണ്. അവർക്ക് എന്താണ് ഒരേപോലുള്ള റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കൊടുക്കുക. ഒരു ക്ലാസ്സിൽ ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയുന്ന വേർതിരിവില്ലാതെ എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ കൊടുക്കുക. അടുത്തത് ജെൻഡർ ഇക്വിറ്റി ആണ്. ജെൻഡർ ഇക്വാലിറ്റിയും ഇക്വിറ്റിയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എന്ന് പറയുന്ന ജെൻഡർ ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള തുല്യത കൊടുക്കുക എന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൽ ഒരു 20 കുട്ടികൾ ട്യൂഷൻ പഠിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൽ കുറച്ച് കുട്ടികൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാൻ അറിയത്തില്ല, പക്ഷെ അവർക്ക് മലയാളം വായിക്കാൻ അറിയാം. അപ്പം മറ്റു കുട്ടികൾക്ക് ഇംഗ്ലീഷും മലയാളവും വായിക്കാൻ അറിയാം. എൻ്റെ കയ്യിലൊരു 20 കഥാപുസ്തകങ്ങളുണ്ട്. ഈ 20 കഥാപുസ്തകങ്ങളും ഇംഗ്ലീഷിലുള്ളതാണ്. ഞാൻ എല്ലാ പേർക്കും കൊടുത്തു. ഞാൻ ഒരു പക്ഷാഭേദവും കാണിച്ചില്ല, 20 കുട്ടികൾക്കും 20 കഥാപുസ്തകം കൊടുത്തു. അപ്പോൾ ഇവിടെ ജെൻഡർ ഇക്വാലിറ്റിയാണ് നടന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഞാൻ കൊടുത്ത പുസ്തകം ഇംഗ്ലീഷിലുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന കുട്ടികൾക്ക് മാത്രമേ അത് പ്രയോജനപ്പെടുത്തുള്ളൂ. ഇംഗ്ലീഷ് അറിയാത്ത കുട്ടികൾക്ക് ആ കഥാപുസ്തകം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരുടെ ആവശ്യത്തിനനുസരിച്ച് ആ ഇംഗ്ലീഷ് കഥാപുസ്തകത്തിൻ്റെ മലയാളത്തിലുള്ള ഭാഗമാണ് ഞാൻ അവർക്ക് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ അവിടെ ജെൻഡർ ഇക്വിറ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് പറയുന്ന ജെൻഡർ ഇക്വാലിറ്റിയാണ്. കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് ജെൻഡർ ഇക്വിറ്റിയാണ്. ഓക്കെ അല്ലേ? നമ്മൾ അടുത്ത പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ബ്ലൂമിൻ്റെ ടാക്സോണമിയെക്കുറിച്ചാണ്. ബ്ലൂം ആൻഡ് ഹിസ് അസോസിയേറ്റ് സെറ്റപ്പ് 3 ഡൊമൈൻസ് ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഇൻ 1956. അപ്പോൾ 1956 ബ്ലൂമിൻ്റെ ടാക്സോണമി വരുന്നത്. അതിൽ ടാക്സോണമി എന്ന് പറയുന്ന വേർഡ് ഒരു ഗ്രീക്ക് വേർഡാണ്. ടാക്സിസ് മീനിങ് അറേഞ്ച്മെൻറ്റും നോമാസ് മീനിങ് എന്താണ്? സയൻസ് എന്നാണ്. ഇവിടെ എങ്ങനെയാണ്? സിമ്പിൾ ടു കോംപ്ലക്സ് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂംസിൻ്റെ ടാക്സോണമി 3 ഡൊമൈൻസ് ആണുള്ളത്. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. അതിൽ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ വൈജ്ഞാനികമായിട്ടുള്ളതാണ് അല്ലേ, നമ്മുടെ തലയിൽ നമ്മുടെ നോളേജ്
അല്ലേ? നമ്മുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെയാണ് വരുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് അവിടെ വരുന്നത്. സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽസാണ്, ഫിസിക്കൽ സ്കിൽസ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? നോളേജ് ഫീൽഡാണ് അല്ലേ? നമ്മുടെ അറിവുകളുടെ ശേഖരണം അല്ലെങ്കിൽ അറിവിൻ്റെ ഒരു മേഖലയാണ്. ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് എല്ലാം വരുന്നത് കോഗ്നിറ്റീവ് ഡൊമൈനിലാണ്. നമ്മൾ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എല്ലാം കോഗ്നിറ്റീവ് ഡൊമൈനിലാണ് വരുന്നത്. ഇനി അടുത്ത അഫക്റ്റീവ് ഡൊമൈൻ നമ്മൾ പറഞ്ഞു, ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ ഉള്ള ഡൊമൈനാണ് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്, വൈകാരിക മേഖല അല്ലേ? അവിടെ ഇമോഷൻസ്, അപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ഇതൊക്കെ അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നതാണ്. സൈക്കോമോട്ടോർ ഡൊമൈൻ നമ്മൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ സ്കിൽസ്, ഫിസിക്കൽ സ്കിൽസ്, മാനിപ്പുലേറ്റീവ് സ്കിൽസ്, മോട്ടോ സ്കിൽസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാം കോഗ്നിറ്റീവ് ഡൊമൈനും അഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടോർ ഡൊമൈനും എങ്ങനെയാണ് തമ്മിൽ ഇൻ്റർ റിലേറ്റഡും ആണ്, മ്യൂച്വലി ഡിപ്പെൻഡൻറ്റും ആണ്. ഓരോന്നും സെപ്പറേറ്റ് അല്ല ഫങ്ഷൻ ചെയ്യുന്നത്, ഇതെല്ലാം തമ്മിൽ ഇൻ്റർ റിലേറ്റഡ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബ്ലൂംസ് ടാക്സോണമിയിലെ 6 മേജർ കാറ്റഗറീസിനെ കുറിച്ചാണ്. ആദ്യത്തെ എന്താണ്? നോളേജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇതിങ്ങനെ തന്നെ ഓർഡറിൽ പഠിച്ചു വെച്ചേക്കണം. ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ആയിട്ട് സബ്ജക്റ്റ് പെഡഗോജിയിൽ പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ബ്ലൂംസിൻ്റെ ടാക്സോണമിയിൽ ഹയസ്റ്റ് ലെവൽ ഏതാണ്, ലോവസ്റ്റ് ലെവൽ ഏതാണ്? ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇവാലുവേഷൻ അല്ലെങ്കിൽ വിലയിരുത്തലാണ്. ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമുക്കുള്ള അറിവാണ് അല്ലെങ്കിൽ നോളേജ്. മലയാളത്തിലും കൂടെ പറയാം. കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്നതാണ് നോളേജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. അറിവ്, ആശയഗ്രഹണം, പ്രയോഗം, അപഗ്രഥനം, ഉദ്ഗ്രഥനം, വിലയിരുത്തൽ. ഇനി ഇത് നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ നോളേജ് ആണ്. നോളേജിലാണ് റിമെമ്പറിങ്, റീകോള്, റെക്കഗ്നിഷൻ വരുന്നത്. നമ്മൾ മുമ്പ് പഠിച്ച ഒരു ഇൻഫർമേഷൻ നമ്മൾ ഓർത്തെടുക്കുകയാണ്, അതാണ് നോളേജ്. രണ്ടാമത്തെ കോംപ്രിഹെൻഷൻ, നമ്മൾ ഓർത്തെടുത്ത ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ്, നമ്മൾ മനസ്സിലാക്കിയ ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ പുതിയൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നു. അടുത്തത് അനാലിസിസ് ആണ്. നമുക്ക് കിട്ടിയ കാര്യത്തെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഭാഗമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണ്. ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് നമുക്ക് എല്ലാം കാര്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? സിന്തസിസ്. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പുതിയൊരു നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. അവസാനം എന്താണ്? നമ്മളതിനെ വിലയിരുത്തുന്നു അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 6 പ്രധാനപ്പെട്ട കാറ്റഗറീസ്. നമ്മൾ കോഗ്നിറ്റീവ് ഡൊമൈനിൽ 6 കാറ്റഗറീസ് പറഞ്ഞു. അതുപോലെ തന്നെ അഫക്റ്റീവ് ഡൊമൈനിൽ 5 കാറ്റഗറീസ് ആണുള്ളത്. അതിൽ ലോവസ്റ്റ് ലെവലിൽ വരുന്നത് റിസീവിങ്ങും ഹയസ്റ്റ് ലെവലിൽ വരുന്നത് ക്യാരക്ടറൈസേഷനുമാണ്. അടുത്ത റിസീവിങ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുക. എവിടെ നിന്നാണ് അറിവ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് സ്വീകരിക്കാൻ റെഡി ആവുക. നെക്സ്റ്റ് റെസ്പോണ്ടിങ്, ആ ഒരു അറിവിനോട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രതികരണം. അത് നമ്മുടെ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡൊക്കെ അനുസരിച്ചിരിക്കും. നെക്സ്റ്റ് അതിനോട് നമ്മൾ എങ്ങനെയാണ് വില കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ വാല്യൂയിങ്. നെക്സ്റ്റ് എന്താണ്? ഈ കിട്ടിയ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും? പൊരുത്തക്കേടുകളൊക്കെ പരിഹരിച്ച് എല്ലാം കൂടെ കൂട്ടിച്ചേർക്കും, അതാണ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മൂല്യത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ ഹയസ്റ്റ് ലെവൽ അല്ലെങ്കിൽ സ്വാംശീകരിക്കുന്നു എന്ന് പറയാം. അടുത്ത സൈക്കോമോട്ടോർ ഡൊമൈനാണ്. ഇവിടെയും നമുക്ക് 5 കാറ്റഗറി ആയിട്ടാണ്. ഒന്നാമത്തെ ഇമിറ്റേഷൻ. നമ്മളിപ്പോൾ സൈക്കിൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നമ്മളെ ഒരാൾ സൈക്കിൾ പഠിപ്പിച്ച് തരുവാണ്. അപ്പോൾ അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു അല്ലേ? അനുകരിക്കുന്നു. എങ്ങനെയാണ് അത് പിടിക്കേണ്ടത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുവാണ്. നെക്സ്റ്റ് മാനിപ്പുലേഷനാണ്. അപ്പോൾ നമ്മൾ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് എങ്ങോട്ടാണ് തിരിക്കേണ്ടത്, ഏതാണ് കറക്റ്റ് മൂവ്മെൻറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ടുള്ളത് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അല്ലാത്തതിനെയൊക്കെ നമ്മൾ കളയുന്നു അല്ലേ? അതാണ് മാനിപ്പുലേഷനിൽ വരുന്നത്. നെക്സ്റ്റ് പ്രിസിഷനാണ്. എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഒരു കൃത്യത ഉണ്ടാക്കുന്നു. നമ്മൾ കുറേ വട്ടം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളത് പഠിക്കുമല്ലേ? അവിടെ ഒരു അക്യുറസി അല്ലെങ്കിൽ ഒരു കൃത്യത ഉണ്ടാവും.
ഈ പ്രവർത്തനങ്ങളെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? സംയോജിപ്പിക്കുന്നു. അതിനെയാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവിക പ്രകടനമാണ് അല്ലേ? നമ്മൾ സൈക്കിൾ പഠിച്ചു കഴിഞ്ഞു, അപ്പോൾ നമ്മൾ തന്നെ ആരുടെ സഹായമില്ലാതെ സൈക്കിൾ ഓട്ടുന്നു. അതാണ് നാച്ചുറലൈസേഷനിൽ വരുന്നത്. നമ്മുടെ ബ്ലൂംസിൻ്റെ ടാക്സോണമിയെ ഒന്ന് പരിഷ്കരിച്ച രൂപമാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. അപ്പോൾ ബ്ലൂമിൻ്റെ ടാക്സോണമി ചെറിയ ക്ലാസ്സിൽ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളായിരുന്നു. പക്ഷേ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി വലിയ ക്ലാസ്സുകളിൽ വരെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 2 പേരാണ് ആൻഡേഴ്സണും ക്രാഫ്തോളും. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി റിവൈസ് ചെയ്യുന്നത് 2001 ഇത് പബ്ലിഷ് ചെയ്തത് ഏത് ടൈറ്റിലാണ്? ടാക്സോണമി ഫോർ ടീച്ചിങ് ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ് എന്ന പേരിലാണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി 3 കാര്യങ്ങൾക്കാണ് ഇവിടെ ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ടെർമിനോളജി. ബ്ലൂംസിൻ്റെ ടാക്സോണമി നൗൺ ഫോമിലായിരുന്നു, അതെല്ലാം റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആയപ്പോൾ വേർബ് ഫോമിലോട്ട് മാറ്റി. നെക്സ്റ്റ് അതിൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വന്നു. അതായത് ബ്ലൂംസിൻ്റെ ടാക്സോണമിയിൽ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇവാലുവേഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തായി? റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഹയസ്റ്റ് ലെവൽ ക്രിയേറ്റിംഗ് ആണ്. അപ്പോൾ അത് ചേഞ്ച് വരുത്തി. ഇനി മൂന്നാമത്തത്, ഇതിന് പ്രാധാന്യം കൊടുത്തത് എന്തിനായിരുന്നു? എംബസിസ് മീൻസ് എന്താണ്? എന്തിനാണ് ഈ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി പ്രാധാന്യം കൊടുത്തത്? കരിക്കുലം ഫോർമേഷൻ അല്ലെങ്കിൽ പാഠ്യപദ്ധതി രൂപീകരിക്കുന്നതിനും അസസ്മെൻറ്റ് നടത്തുന്നതിനും അതുപോലെ കാര്യങ്ങൾ കുട്ടികളിലേക്ക് അവതരിപ്പിക്കുന്നതിനും അതിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്. അതുപോലെ ഇവിടെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എയിംഡ് അറ്റ് എ ബ്രോഡ് ഓഡിയൻസ് എന്ന് വെച്ചാൽ വലിയൊരു സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നോക്കിക്കേ, 1956 ബ്ലൂംസ് ടാക്സോണമി 2001 വന്ന റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയാണ് കൊടുത്തിരിക്കുന്നത്. നോളേജ് റിമെമ്പർ ആയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതൊക്കെ നൗൺ ഫോമിൽ നിന്ന് വേർബ് ഫോമിലോട്ടായിട്ടുണ്ട്. കോംപ്രിഹെൻഷൻ, അണ്ടർസ്റ്റാൻഡ്, ആപ്ലിക്കേഷൻ, അപ്ലൈ, അനാലിസിസ്, അനലൈസ് ആയി, സിന്തസിസ്, ഇവാലുവേറ്റ് ആയി. ബ്ലൂംസ് ടാക്സോണമിയിൽ ഹയസ്റ്റ് ലെവൽ ഇവാലുവേഷൻ ആണെന്നുണ്ടെങ്കിൽ റിവൈസ്ഡിൽ എന്താണ്? ക്രിയേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിലും വ്യത്യാസം ഉണ്ടായി. അപ്പോൾ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിലെ ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് റിമെമ്പറിങ് ആണ്. ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ക്രിയേറ്റ് ആണ്. എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒന്നാമത്തേത് റിമെമ്പറിങ് ആണ്. റിമെമ്പറിങ് എന്ന് വെച്ചാൽ ഓർമ്മിക്കൽ. നമ്മൾ ഒരു കാര്യം റീകോൾ ചെയ്യുന്നു അല്ലേ? നമ്മൾ ഒരു കാര്യം ഓർത്തെടുക്കുന്നു. റീകോള്, റെക്കഗ്നൈസ്, റിട്രീവ്. നമ്മൾ ആ കാര്യത്തെ തിരിച്ചറിയുന്നു. അപ്പോൾ അത് ഈ റിമെമ്പറിങ്ങിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഗ്രഹിക്കുന്നു. അതിൽ വരുന്ന എന്തൊക്കെയാണ്? ഇൻ്റർപ്രറ്റിംഗ്, നമ്മൾ വ്യാഖ്യാനിക്കുന്നു. ക്ലാസിഫയിങ്, കാര്യങ്ങളെ വർഗീകരിക്കുന്നു. സമ്മറൈസിങ്, സംഗ്രഹിക്കുന്നു. നെക്സ്റ്റ് ഇൻഫറിങ്, അനുമാനിക്കുന്നു. കമ്പയറിങ്, താരതമ്യം ചെയ്യുന്നു. എക്സ്പ്ലെയിനിങ്, വിശദീകരിക്കുന്നു. അടുത്തത് അപ്ലൈയിങ് ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുന്നു? ഒരു പുതിയ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രയോഗിക്കുന്നു. അപ്പോൾ അതിൽ വരുന്നത് എക്സിക്യൂട്ട് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നമ്മൾ സോൾവ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇതൊക്കെ അപ്ലൈയിങ്ങിൽ വരുന്നതാണ് കേട്ടോ. അത് പഠിച്ചേക്കണേ. അടുത്തത് അനലൈസിങ് ആണ്. അപഗ്രഥിക്കുന്നു അല്ലേ? നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു. ഇതൊക്കെ അനലൈസിങ്ങിൽ വരുന്നതാണ്. അടുത്ത എന്താണ്? നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്, വിലയിരുത്തുവാണ്. അതിനെന്താണ്? ചെക്ക് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു, ജഡ്ജ് ചെയ്യുന്നു, അസസ് ചെയ്യുന്നു, ടെസ്റ്റിംഗ്, റേറ്റിംഗ്. ഇതൊക്കെ എന്താണ്? ഇവാലുവേറ്റിങ്ങിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്നു. ജനറേറ്റിംഗ്, പ്ലാനിങ്, പ്രൊഡ്യൂസിങ്, ഇതെല്ലാം ക്രിയേറ്റിങ്ങിൽ വരുന്നതാണ്.